ഒന്ന് വാളുക വരുന്നടേ മണിയെത്താന്നറിയോ ഒച്ച വെക്കാതിരി അവന്റെ വീടിക്കു പെണ്ണുങ്ങളെ കഷ്ടം ഒന്ന് മൂപ്പിച്ചേ പോരട്ടെ 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 അങ്ങനെ പോരട്ടെ മതി വർമാജി വീടെത്തി നല്ല ശകുനം. വർമാജി ഇന്നലെ രാത്രി വന്നില്ലല്ലേ? എങ്ങനെ വരാനാ, റീ റെക്കോർഡിംഗ് ആയിരുന്നു. അവിൽപ്പൊതി എന്ന ചിത്രത്തിന്റെ അവിൽപ്പൊതി അവിൽപ്പൊതി ആ ചിത്രത്തിന്റെ 4 റീല് ബാക്കിയായിപ്പോയി. നാളെ സെൻസറിങ്ങാ. പിന്നെ ഉറക്കം വിളച്ചത് തീർത്തു കൊടുക്കണ്ടായ. പടം എങ്ങനെ? പടം കൊള്ളൂല, പക്ഷെ പാട്ട് വർമാജിയുടെ സംഗീതം കൊണ്ട് തന്നെ പടം നിൽക്കും. പടം നിന്നാ പോരല്ലോ, ഓടണ്ടേ? ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. ഉറങ്ങട്ടെ. ഇന്നിനി പകല് മുഴുവൻ കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി തുടങ്ങും തട്ടുമുട്ടും. ഇങ്ങനെ ദിവസവും രാത്രി കളി കൊണ്ടായിരുന്ന ശല്യമില്ലാതെ നമുക്ക് കിടന്നുറങ്ങാം. അതെ അതെ. ഉച്ചക്ക് ലഞ്ചിന് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത്, നമ്മുടെ ചോറും കൂട്ടാനൊക്കെ തന്നെ. ഞാൻ നല്ല എഗ് സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. നേരത്തെ എത്തിയോ? ഇന്നലെ 10 മിനിറ്റ് ലേറ്റ് ആയതിന് വീടിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വഴക്ക് കേട്ടില്ലേ? എന്നാ ഇന്നിന് വാണിംഗ് കാരണം ഉണ്ടാക്കാൻ നേരെ പോയി സീറ്റ് ഇരിക്കും.
അത് തന്നെ അതാണ് ശരി. അപ്പൊ നമുക്ക് 2:30 മണിക്ക് ഇറങ്ങാം. എന്നിട്ട് സിനിമയ്ക്ക് എന്ത് പറയാ? അയ്യോ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. 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 സാർ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. Miss Rita, please come here immediately. ഓക്കെ സാർ. ഉണ്ണിയെ ആ നീ പറഞ്ഞത് ശരിയാണ്. അതെന്താ പറയേ? VN ദാസ്, വായി നോക്കി ദാസ്. And our consignment from Bombay has not been received in Paris yet. നിങ്ങളെപ്പോലൊരു സ്റ്റെനോവിനെ എനിക്ക് കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണ്. യു ആർ സോ ലവ്ലി. താങ്ക് യു സാർ. നിങ്ങൾക്ക് എഗ്രിമെന്റ് ശുപാർശ ചെയ്ത് ഞാൻ എന്റെ ഓഫീസിലേക്ക് എഴുതിയിട്ടുണ്ട്. സാർ അത് ഇന്നലെ പറഞ്ഞതാ. I forgot it. ചോക്ലേറ്റ്. താങ്ക് യു. ഈ ഞായറാഴ്ചകളിലൊക്കെ മിസ് റീത്ത എങ്ങനെയാ സമയം കളയാ? എക്സ്ക്യൂസ് മീ സാർ. വി ഷുഡ് ബി വെരി പ്രോംപ്റ്റ് ഇൻ അവർ ഡീലിംഗ്സ്. സാർ ഇത് ഇന്ന് തന്നെ സൈൻ ചെയ്ത് അയക്കേണ്ടതാണ്. അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് പോവാം. ഐ വിൽ ബി കമ്മിങ് ടു ബോംബെ. I will be coming to Bombay. ബോംബെക്ക് വരുന്നോ? ഇല്ല സാർ, ഇത് ടൈപ്പ് ചെയ്യട്ടെ. carry on. ഓക്കെ സാർ. മിസ് റീത്ത, മിസ് രമണിയോട് ഡെസ്പാച്ച് രജിസ്റ്റർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. യെസ് സാർ. ഇന്ന് തീയതി എത്രയാണ് രാമു? 18. ഓ ഇനി 13 ദിവസത്തോടെ കഴിയണം എനിക്ക് എന്റെ പോക്കറ്റ് മണി കിട്ടാൻ. എന്റെ ഒരു കഷ്ടകാലം. 4 അക്കമുള്ള സംഖ്യ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1 രൂപ വേണമെങ്കിൽ അവളോട് ചോദിക്കണ്ടേ? എടാ രാമു, നിനക്കറിയാവോ ഞാൻ സിംഗപ്പൂരായിരുന്നപ്പോ ആരായിരുന്നെന്ന്? രാജാവായിരുന്നു. സാർ ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടടാ, ഇനിയും പറയും. ഞാൻ പറയുന്നത് കേൾക്കാനാണ് റോസി നിനക്ക് ശമ്പളം തരുന്നത്. കേട്ടോടാ രാമു, അന്നൊക്കെ ശമ്പളം വാങ്ങിയാലേ 1000 രൂപ ഞാൻ പോക്കറ്റിൽ വെക്കും, ബാക്കിയുള്ളത് റോസിക്ക് കൊടുക്കൂ. അന്നൊക്കെ ബെഡ് കോഫി ഇല്ലേ, വിസ്കിയാണ്, ലഞ്ചാണ് ബ്രാൻഡി, ഈവനിങ് ടീ ജിന്ന്, രാത്രി കോക്ടെയിലാണ്. ആഹാരമില്ലടാ. ഇന്നിപ്പോ പെൻഷൻ കടമാസ് വരെ അവളുടെ കയ്യിലായി പോയില്ലേ. ഒരു പെഗ് അടിക്കാൻ വെക്കുവോ, ഒരു സിഗരറ്റ് വലിക്കാൻ വെക്കുവോ? എന്നെ അവൾ കൊച്ചു കുഞ്ഞിനെ പോലെയല്ലേ കാണുന്നത്. പോരാത്തതിന് ഒരു അലവലാതി ഡോക്ടറെ ഉപദേശം. വന്ന എടുത്തുപോയി. അല്ല റോസി ഇങ്ങ് എത്തിയോ? ചാർലി നടക്കാൻ പോയോ? ആ. പാല് കുടിച്ചോ? ആ. സിഗരറ്റ് വലിച്ചോ? സത്യായിട്ട് എന്റെ കയ്യിൽ എവിടെ നിന്നാണ് റോസി സിഗരറ്റ് വാങ്ങിക്കാൻ കാശ്? കാശുണ്ടായിരുന്നാലും സിഗരറ്റ് വലിക്കരുത്. ശരീരത്തിന് കേടാണ്. കമോൺ, മേലൊക്കെ കഴുകിയിട്ട് നൈറ്റ് ഡ്രസ് മാറ്റാം. വാ. റോസി എനിക്ക് ഒരു 20 രൂപ വേണം. വല്ലാത്ത ജലദോഷം, കോൾഡ്. സുഖമില്ലെങ്കിലേ നമുക്ക് ഡോക്ടറെ പോയി കാണാം. അയ്യോ ഡോക്ടർക്കുള്ളതൊന്നുമില്ല. ഒരു 4 ഔൺസ് ബ്രാൻഡി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒറ്റ ഗൾപ്പിൽ അങ്ങ് അടിച്ചാ മതി. അങ്ങനെ ഇപ്പൊ ജലദോഷം മാറണ്ട. എടാ രാമുവേ, എനിക്കൊരു അബദ്ധം പറ്റിയടാ. എന്നേക്കാൾ മുമ്പേ പെൻഷൻ പറ്റി പിരിയുന്ന ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കേണ്ടതായിരുന്നു. എന്താണ് താടിക്ക്? ഞാൻ സിനിമയ്ക്ക് പോന്നു. അപ്പോ ആ മോളെ മമ്മിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു ഡാഡി. എന്നാ ധൈര്യമായിട്ട് പോ. ബൈ. ഒറ്റയ്ക്കാണോ? അല്ല, ഫ്രണ്ട്സും ഉണ്ട്. ടാറ്റാ. ചാർലി, മേലെ വരണ്ടേ? പിന്നെ 1 2 3 4 ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കബക്കിന് മാട്ടി പൊടിച്ച് വേസ്താകുമാക്കി റസോ മാറി. അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4 വേസ്താകുമാക്കി റസോ മാറി ജമാക്കി റായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കി റായ വേസ്താകുമാക്കി
raso mari jama kiraya pesta guma ki raso mari jama kiraya ചുരക്കിന് മുക്കാമുഴം പോട്ടെ മരിക്കൊഴുന്ന് ഇനിയൊരു പരിഹാരം കാണാതെ പറ്റില്ല. പാട്ടും കൂത്തും ബഹളമായിട്ട് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല വെച്ചാൽ ഏയ് കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. സമയത്രയെന്നു സമയം 12 യവന്മാർക്ക് രാത്രി ഉറക്കമില്ലേ? കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. നമുക്ക് അവന്മാരെ ഒന്ന് ഒതുക്കാം. നീ വന്നേ. ഇല്ല, കടുപ്പിച്ചൊന്നും പറയരുത്. വീട് അവന്റെ ആയി പോയില്ലേ എന്ന് വെച്ച് ആയുഷ്കാലം മുഴുവൻ ഈ ബോർഡ് സഹിച്ചുകൊണ്ട് കഴിയണം. നമുക്ക് അവന്റെ ശിഷ്യനെ രാജമാണിക്കത്തിനെ പിടിച്ചൊന്ന് വരട്ടാം. അത് തന്നെ വാ. വരൂ വരൂ, പാട്ട് കിട്ടുമെന്നായിരിക്കും അല്ലേ? അല്ല വർമാജി, ഞങ്ങൾക്ക് ഉറങ്ങാനെതിരെ. ഉറങ്ങാനിപ്പോ പാട്ട് കൂടിയേ തീരുന്നായി. എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി. എന്നാ പിന്നെ നമുക്ക് ബോഡി കൂടാ. എന്താ രാജമാണിക്ക് എണീക്കുന്നേ? നാളെ റെക്കോർഡിംഗ് ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് പോകാന്ന് വിചാരിച്ചു. ഇരിക്കടോ. നാളെ റെക്കോർഡ് ചെയ്യാനുള്ളതാ. ട്യൂൺ ഞാൻ ഇട്ട് കഴിഞ്ഞു. പാട്ട് നാളെ റെക്കോർഡിംഗ് തിയേറ്ററിലെ എഴുതി കിട്ടൂ. സാധനം എങ്ങനെയുണ്ട്? ഉഗ്രൻ. ഞാൻ പോരാട്ടോ. ഉണ്ണി ഉണ്ണി ഇരിക്കൂട്ടി. ഇങ്ങോട്ട് ഇരിക്കണോ? അയ്യോ എന്നെ വിട്, ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ആഹാ പറയാനുള്ള ആളുണ്ടായാ മതി. മുപ്പൊരു നേരം വെളുക്കുന്ന വരെ ഇരുന്നോളൂ. തൽക്കാലം ഞങ്ങൾ ആഹാന്ന് പറഞ്ഞോളാം. താപോ അന്വേഷിക്കും. സാരമില്ല. എന്തൊരു കഷ്ടമാണപ്പ അത്. ഉണ്ണിയോടാവുമ്പോ പറഞ്ഞാ മനസ്സിലാവൂല്ലോ. കവിത നന്നായാലേ ഗാനം നന്നാവൂ. ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. സഖി 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 വരുനീയൻ കിനാവിലിൻ ശ്രുതി മീട്ടാൻ. അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഏതാ? ഇത് തന്നെ. പഠിക്കേ. സഖി സഖി വരുനീ. സഖി സഖി കഭി കഭി ലൈലേ. അയ്യോ സേതു, സേതു എഴുന്നേരം, മണി 10 ആഫീസിൽ പോണ്ടെന്ന്. എന്താ ഇന്നലത്തെ ഗാനമേളയുടെ ക്ഷീണമാണെന്നാ തോന്നുന്നത്. ഉറക്കം മതിയായില്ല. ഒരു കാര്യം ചെയ്, നീ ഓഫീസിൽ പോ, ഞാൻ വരുന്നു.
നേരം വെയിറ്റ് വി എൻ ദാസിന് ചീത്ത മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോളെ അല്ലേ? നീല ഞാനും പോകുന്നില്ല, ലീവ് എഴുതി കൊടുക്കാം. ഇന്ന് എന്തോ ഒരു ഹോളിഡേ മൂഡ്. ആ പാല് വന്നെങ്കിൽ പോയി ചായ എടു. എന്തോ ചായ ആ ഞാൻ എന്നാ സാറിന്റെ വേലക്കാരനാണ്, വേണം തണുത്താൻ പോയി കിട്ടാൻ മതി. എങ്കിൽ ഒരു കോംപ്രമൈസ്, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ചായ ഇടാം. ആ അങ്ങനെ വഴിക്കുക. നാളെ ആഫീസിൽ ചെല്ലുമ്പോഴാ വി എൻ ദാസിന്റെ തനിസ്വരൂപം കാണുന്നത്. മുന്നറിയിപ്പൊന്നുമില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ലീവ് എടുത്തതിന്റെ ഉദ്ദേശം എന്ത് എന്നങ്ങനെ ചോദിക്കും. സതുദ്ദേശമായിരുന്നു എന്ന് നമുക്ക് പറയാം. അയാളെ പോലെ സാരിത്തുമ്പ് കാണുമ്പോ ഇളകുന്നവരാ ബാക്കി എല്ലാരും അയാളുടെ വിചാരം. മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ സി ഡി വർമ്മ. ഇത് തന്നെ. വണക്കം സാർ. വർമ്മ സാർ മോളിലുണ്ട്. മോൾ നമ്മൾ ഈ ഡിഗ്രി എടുത്ത് വൈകുന്നേരം വരെ ആഫീസിൽ കുത്തിയിരുന്നിട്ട് എന്താ കാര്യം? വല്ലവരും കാണാൻ വരുന്നുണ്ട്. ഇവിടെ ഒരുത്തൻ സരിഗമ പോലും അറിയാതെ സിനിമാ മ്യൂസിക് ഡയറക്ടറാണെന്നും പറഞ്ഞ് നടക്കുന്നു. സ്വന്തം വീട്, കാറ്, അസിസ്റ്റൻസ്, കിടുപിടി. കാണ്ടാമൃഗത്തിന്റെ തൊലി. ഇതല്ല, ഇത് കൂടുതൽ സമ്പാദിച്ചാലും അത്ഭുതപ്പെടാനില്ല. ആ അതെ, ഏതായാലും ഇന്ന് ആഫീസിൽ പോകുന്നില്ല. ഒരു സദ്യ ആയാലോ? ആ നിന്റെ സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ആണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ പോയി സ്വല്പം ബീഫ് സംഘടിപ്പിച്ചോണ്ട് ഞാൻ കലക്കി. എഴുത്ത് നിനക്ക. ആ അച്ഛന്റെ. പുലിവാലായല്ലോ. എന്താണ് അച്ഛൻ എഴുതിയിരിക്കുന്നു കണ്ടോ? ചെങ്ങന്നൂർ മനയ്ക്കലെ കാര്യസ്ഥൻ ഉണിക്കണ്ഠൻ നായരെ നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അയാളുടെ മകൾ രാധയ്ക്ക് മദ്രാസിൽ ഒരു ജോലി കിട്ടിയിരിക്കുന്നു. 18-ാം തീയതി കൊച്ചിൻ മെയിൽ അവൾ മദ്രാസിലെത്തും. കൂടെ വരാൻ ആരുമില്ലാത്തത് കൊണ്ട് കുട്ടി തനിച്ചാണ് വരുന്നത്. നീ സ്റ്റേഷനിൽ പോണം, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഭാഗ്യവാൻ. എന്തോന്ന് ഭാഗ്യം? അല്ലെങ്കിലും അച്ഛനുള്ള തകരാറുക. ആരെങ്കിലും മദ്രാസ് വഴി പോകുന്നു കേട്ടാ മതി, ചുമതല മുഴുവൻ എനിക്ക്. അഡ്രസ്സും കൊടുത്ത് അയച്ചോളൂ. ഇതൊരു പെണ്ണിന്റെ കാര്യമല്ലേ? എന്തോന്ന് പെണ്ണ്? കരിങ്കൊള്ളി പോലത്തെ ഒരു സാധനം. ആ പേരാണ് കൈയും പിടിച്ചോടെ വരാറുള്ളതാ. പല്ല് കുന്തി, എല്ലിവാരി പോലെ മുടിയും വളർത്തി, മൂക്കളെ ഒലിപ്പിച്ച് ആലവലാതി. ആ അതല്ലേ, കാണാൻ കൊള്ളാവുന്ന വല്ല പെമ്പിള്ളേരെ നിന്റെ കെയർ ഓഫിൽ ആരേലും വിടുവോ? ചുമ്മാ ഇനിയിപ്പോ എന്താ ചെയ്യുന്നു? ഞാൻ ആ കുന്തത്തിനെ കണ്ടിട്ടും കാലം കുറച്ചായി. എവിടെങ്കിലും പോയി പെഴുത്തോട്ടെന്ന് പറഞ്ഞാൽ തന്തപ്പടി കെട്ടും കെട്ടിങ് അയക്കുന്നതാ. അവൻ ഒപ്പിച്ചു കൊള്ളാൻ നമ്മുടെ കാർന്നു വരും. ചിരിക്കല്ലേ? എന്താ ഒരു വഴി? മൂപ്പിൽ എഴുതിയതല്ലേ, നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, അവളെ കൂട്ടിക്കൊണ്ടുവരിക, വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുക. അതിന്റെ കൂടെ നടന്ന ആൾക്കാർ എന്നെ കളിയാക്കുന്നു. അതിനൊരു കൊട കൂടെ കൊണ്ടുപോയാൽ മതി, വല്ലവരും കാണുമ്പോ ഇങ്ങനെ മറച്ചു പിടിക്കാൻ. തമാശകളാ. എങ്ങനെ സ്റ്റേഷനിൽ പോകും? അതെ, ഞാൻ സ്റ്റേഷനിൽ പോകുമ്പോ നീ ഇവിടെ നിന്ന് വരാവോ? സാധനത്തിന്റെ വിവരണം കേട്ട സ്ഥിതിക്ക് നീ തനിച്ചങ്ങ് പോയാ മതി. നമ്മൾ രണ്ടും ഒന്നല്ലേ? നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ബലമുള്ള, അതുകൊണ്ടാ. ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ ഒരു സിനിമ, ചൈനീസ് ഫുഡ്. ഏറ്റവും അല്ല, നമ്മള് ഇവിടെ വന്നിട്ട് വേറെ ജോലി മനുഷ്യനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. നീ ഇത് പണ്ടേ നിനക്കുള്ള ലീവ് ചുമ്മാ എഴുതി അപ്പൊ ചൈനീസ് ഫുഡിന്റെ കാര്യം പേറ്റിന് പറഞ്ഞ കാര്യമല്ല. ഞാൻ പോകും. 2 മിനിറ്റ് കൂടെ എനിക്ക് നിൽക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയും. എനിക്ക് വേറെ 2 മിനിറ്റ്. ആ പണ്ടത്തെ കണ്ടിട്ട് കാലം കുറച്ചായി. അതാണോ പാർട്ടി? ഒരു സംശയം,
എങ്കിലും എനിക്ക് ചൈനീസും വേണ്ട സിനിമയും വേണ്ട, ഞാൻ പോകും. ചതിക്കില്ല ആശാൻ, ഒരു മിനിറ്റ്. മിണ്ടണ്ട, സാറിനൊരു കൊണ്ടുപോകണേ കൊണ്ടുപോയിക്കോട്ടെ. ഉണ്ണേട്ടാ, ഉണ്ണേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് രാധ. രാധയാണ് ആകെ മാറിപ്പോയി. പണ്ട് കണ്ട മാതിരിയേ അല്ല. ഉണ്ണേട്ട അതിന്റെ നാട്ടിലൊന്നും വരാറേ ഇല്ലല്ലോ. സമയം കിട്ടാച്ചിട്ടല്ലേ. യാത്രയൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എങ്കിലും ഉണ്ണിയേട്ടനെ കാണുന്നത് വരെ സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. ഓ, ഞാൻ സ്റ്റേഷനിൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. രാധ വരുന്നു എന്നറിഞ്ഞാൽ എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും ഞാൻ വരില്ലേ. ഉണ്ണി പറഞ്ഞപ്പോഴാ ഞാൻ. നാട്ടിലെല്ലാവർക്കും അല്ല, രാധയുടെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ. ഏത് കമ്പനിയിലാ ജോലി? അതല്ല, നമ്മുടെ പാലക്കാപ്പറമ്പിലെ കാർത്താൻചിന്റെ വാദമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. എന്നാ പിന്നെ നമുക്ക് അവിടെ നീങ്ങാം. എന്റെ പേര് സേതു, ഇവൻ എന്റെ സ്നേഹിതന. രാധ വരും. അവര് ബാഗ് ഞാൻ വേണ്ട, ഞാൻ പിടിച്ചോളാം. അത് വേണ്ട, വേണ്ട, എന്റെ കയ്യിലുണ്ട്. അത് പറ്റില്ല. രാധയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. ബാക്കി ഞാൻ വെച്ചോടെ. ശരി സർ. വരാതെ വരൂ. വരും. ബാഗ് വരും. മ്യൂസിക് ഡയറക്ടർ വർമ്മ താമസിക്കുന്നത് ഇവിടെയാണോ? അയാള് മോളിലാ. ഈ ബോർഡ് കാണുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത്. അല്ലേ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ, സമയം കിടക്കുന്നല്ലേ ഉള്ളൂ. വർമ്മയുടെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എന്ത് ഹിറ്റാണെന്നോ നാട്ടിൽ. അവിടെ ഹിന്ദി സിനിമ ഇറങ്ങാറില്ലായിരിക്കും. രാധ യാത്ര ക്ഷീണിച്ചതല്ലേ, ഒന്ന് കുളിച്ച് ഡ്രസ്സല്ല മാറ്റേ. വരൂ. വരും. നല്ല വീട്. 600 രൂപ വാടകയാ. പകുതി ഞാനും പകുതി ഇവനോ കൊടുക്കുന്നത്. നീ പോയി രാധയ്ക്ക് ഒരു ചായ ഉണ്ടാക്ക. രാധ ഇരിക്ക. നമ്മുടെ അമ്പലക്കുളത്തിൽ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ നാട്ടിൽ വന്നാല് അമ്പലക്കുളത്തിലാ കുളിക്കുക. ഒരു 2 നേരം മുങ്ങി കുളിക്കാന്ന് വെച്ചാൽ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാ. എടാ, നീ ആ ചായപ്പൊടി പഞ്ചാര എവിടെ വെച്ചത്? അലമാരിക്കകത്ത് കാണും. ഞാൻ അവിടെ എല്ലാം നോക്കി, നീ ഒന്ന് എടുത്തതാ. ദിവസം ചായയുടെ ഏർപ്പാട് ഇവനായതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ചായ ഞാൻ ഉണ്ടാക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. വരാൻ. ഇപ്പൊ വരാനോ? ആ, ഞാനൊന്ന് എടുത്തു കൊടുത്തിട്ടില്ല. ഞാനാണ് CD വർമ്മ. നമസ്കാരം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ അസിസ്റ്റന്റ് പിന്നെ എന്താ രാജമാണിക്യം. രാജമാണിക്യം പറഞ്ഞു എന്റെ പാട്ടുകളെ കുറിച്ച് ബോധമുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പാട്ട് ഇഷ്ടാണോ? അതെ. പഠിച്ചിട്ടുണ്ടോ? DSc വരെ. വർമ്മ സാറ് ചോദിച്ചത് സംഗീതം പഠിച്ചിട്ടുണ്ടോന്നാ. സംഗീതം പഠിച്ചിട്ടില്ല, എങ്കിലും കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ശരി. ആ ചായ ഒന്നുമല്ലോ. രാധ കുടിയും. ചായ കുടിക്കൂ. ഞാൻ ആ സമയത്തൊന്നും കഴിക്കാറില്ല. പിന്നെ ഈ കുട്ടി തന്നോണ്ട് കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങള് ചായ കുടിച്ചതാ. 2 ഹിന്ദി പടത്തിനും വർമാജിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പത്രത്തിൽ വായിച്ചിരിക്കും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്കൊരു റെക്കോർഡിംഗ് കാണണമെന്നുണ്ട്. ഞാൻ കൊണ്ടുപോലോ. വരാതെ ഒരാളെ കുളിക്കാൻ നോക്ക്. വർമാജിക്കും തിരക്കുണ്ടാവും. അതെ. ഞാനൊന്ന് പോയി കുളിച്ചു വരട്ടെ.
നമുക്ക് ഇനിയും കാണാമല്ലോ. വരും. ബാത്റൂം ഞാൻ കാണിച്ചു. കാണിക്കാനൊന്നുമില്ല, നേരെ പോയി റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മതി. നല്ല കുട്ടി. അതെ, എന്നെ പൂർണ്ണമായും വിശ്വസിച്ചാണ് അവളുടെ തന്ത അവളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതിനെന്താ? അത് നമ്മളെ രണ്ടുപേരുടെ കൂടെ ഒരു പെണ്ണ് താമസിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ സംശയിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീ മോളി പറമ്പിലൂടെ താമസിക്കണം. എന്നുവെച്ചാൽ അവൾക്ക് വേറൊരു സൗകര്യമാകുന്നത് വരെ എന്നർത്ഥം. അപ്പൊ നീയോ? ഞങ്ങള് ബന്ധുക്കളാണല്ലോ. അത് വേണ്ട. പിന്നെ നീ ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയുടെ കൂടെ താമസിച്ചാല നാട്ടുകാർ അതും ഇതൊക്കെ പറയുക. അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടെ താമസിക്കുന്നതല്ലേ നല്ലത്? അല്ല അത് എന്തേ? അല്ല അതല്ല അല്ല പ്രശ്നമുണ്ട്. എന്താ തോന്നുന്നത്? ഞാൻ പറയാം. കുളി കഴിഞ്ഞു ഇല്ലേ? അതെ. ഈ കലാകാരന്മാര് പൊതുവേ മറവിക്കാരാ. ഞാൻ കുട്ടിയുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്താ പേര്? രാധ. ഹായ്, നല്ല പേര്. ഇവരുടെ ആരാ? ഉണ്ണേട്ടൻ എന്റെ നാട്ടുകാരനാ. അത്രേ ഉള്ളോ? അത് ശരി. ഏതായാലും കുട്ടിക്ക് സംഗീത ജ്ഞാനം ഉണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷായി. സമയവും സൗകര്യവും ഉള്ളപ്പോ മേലോട്ട് വന്നോളൂ, പഠിപ്പിക്കാം. എന്തോ നാടായതൊരു വൃത്തിയില്ല, മെനയില്ല, ഒരുമാതിരി ചന്ത പോലെ ഇട്ടിരിക്കുന്നത്. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സംഗതിയാ കുഴപ്പമായി. അതുകൊണ്ടാണ് ഞാൻ പുതുമുഖങ്ങളെ ട്രൈ ചെയ്യാത്തത്. പാടാൻ വരുന്ന ആണുങ്ങൾ യേശുദാസിനെ അനുകരിക്കും. നമുക്ക് ഒറിജിനൽ യേശുദാസ് ഉള്ളപ്പോ എന്തിനീ അനുകരണങ്ങൾ? നന്നായി പാടാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു വരുന്ന ചിലരുടെ ശബ്ദം കേട്ടാൽ കഴുത നാണിച്ചു പോകും. സഹിക്കില്ല രാധേ, സഹിക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ രാധ ഇവിടെ താമസിക്കുന്ന അപകടമാണെന്ന്? നീ എന്തൊന്നും മിണ്ടാത്തത്? ശരിയാ, ഇവനൊന്നും നമ്മളെപ്പോലെ സംസ്കാരമുള്ളവരല്ലെന്നേ. പാട്ട് കൂത്ത് എന്ന് പറഞ്ഞ് പുറകെ കൂടിയാൽ നാണക്കേട് നമുക്കാ. അവക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അച്ഛൻ എഴുതിയിരിക്കുന്ന എനിക്കാ. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന അതും മോശം. ആ, ഒരൈഡിയ. നമുക്ക് റോസി ചിറ്റയുടെ വീട്ടില് പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിച്ചാലോ? എങ്ങനെ? അത് കൊള്ളാം. കാണണം തോന്നുമ്പോ നമുക്ക് കൂടെ കൂടെ പോയി കാണുകയും ചെയ്യാം. അത് പോട്ടെ, അറിയാൻ നോക്കണം. അതല്ല, റോസി ചേച്ചി എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അയ്യോ, കഴിഞ്ഞ മാസത്തേക്കാൾ 1 കിലോ കൂടിയിരിക്കുന്നു. അത് ഈ കുപ്പായത്തിന്റെ തുണിയുടെയാണ്. അന്ന് കുപ്പായം തുണി ഇല്ലാതെയാണ് വെയിറ്റ് നോക്കിയത്. ഇന്നു മുതൽ എണ്ണ, സ്വീറ്റ് ഇതൊന്നും കഴിക്കരുത്. ഞാൻ കോട്ടയം വരെ പോയി പെങ്ങളെയും കുട്ടികളും ഒന്ന് കണ്ടിട്ട് വരും. എന്തിന്? അയ്യോ, നീ വിചാരിക്കുന്ന പോലെ സൽക്കാരത്തിനൊന്നുമല്ല, വെറുതെ ഒന്ന് കാണാനാ. നമുക്ക് ക്രിസ്മസിന് അവരെ ഇങ്ങോട്ട് വരുത്താം. ക്രിസ്മസിന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ന് കിട്ടാനാണ്. ഞാൻ പോണില്ല. എപ്പറ്റും സല്യൂട്ട് മുട്ടക്ക്. ഗുഡ് മോർണിംഗ് ചേച്ചി. Good morning. സാരേ. ഇതാണ് ഞാൻ പറഞ്ഞ റോസ് ചേച്ചി. നമസ്കാരം. ഇത് രാധ, നാട്ടിൽ നിന്ന് വന്നതാ. എന്റെ കസിന്. പിന്നെ രാധയ്ക്ക് ഒരു ജോലി കിട്ടി. ആഹാ. രാധരിക്കും. റോസി ചേച്ചി, ഇരിക്കൂ. ഒരു sec. ഇരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ചേച്ചി ഒരു ഉപകാരം ചെയ്യണം. നമ്മുടെ ഈ രാധയ്ക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവിടെയാണെങ്കിൽ എന്റെ കൂടെ സേതുണ്ട്. അപ്പൊ ചേച്ചി അവളെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് ഇവിടെ താമസിപ്പിക്കണം. അതിപ്പോ വേറെ തടസ്സമൊന്നും പറയരുത്. എങ്ങനെ? അല്ല, നമ്മൾ പറഞ്ഞ കാര്യമല്ലേ ചേച്ചി? പറ്റില്ല എന്ന് പറയരുത്. എന്നെ ഓർത്തെങ്കിലും ചേച്ചി സമ്മതിക്കണം. മാസാമാസം കൃത്യമായി പൈസ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പൈസയുടെ കാര്യമല്ല, ചാർലിയോടൊന്ന് ചോദിക്കണം. ചാർലി. ഇതൊക്കെ ചേച്ചി അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ. അയ്യോ, എനിക്ക് ചാർലി വലിയ പേടിയാ. ഈ വീട്ടിൽ എന്തുണ്ടായാലും ചാർലിയോട് ചോദിക്കാതെ ഞാൻ ചെയ്യില്ല.
സേതുവിന്റെ കസിൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. എന്റെ കസിനാ. ആ കുട്ടിയെ ഇവിടെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിച്ചോട്ടെ എന്ന്. താമസിച്ചോട്ടെ, അതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് റോസി? താങ്ക് യു ചാർലി. മോളിൽ പോയി കിടന്നോളൂ. ആഹാരം കഴിക്കാൻ സമയമാവുമ്പോ ഞാൻ വിളിക്കാം. ഇന്നെന്തോ നല്ല മൂടില്ല. അതെ അതെ, രാധയ്ക്ക് ഇവിടെ താമസിക്കാം. ഞാൻ റോസ് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. രാധയുടെ സ്വന്തം വീട് പോലെ ഇവിടെ താമസിക്കാം. ഏഞ്ചൽ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ മമ്മി? ഇതെന്റെ മോളാ ഏഞ്ചൽ. ഇത് രാധ, ഉണ്ണിയുടെ കസിനാ. ഇനി ഇവിടെയാ താമസിക്കാൻ പോകുന്നത്. കുട്ടി അകത്തേക്ക് ചെല്ലു. മോളെ പെട്ടി എടുത്തു. രാധേ, നാളെ 9 മണിക്ക് റെഡി ആയിരിക്കണം. 10 മുമ്പ് നമുക്ക് ഓഫീസിലെത്തണം. ആദ്യമായിട്ട് ചെല്ലുന്നല്ലേ. ശരി. മദ്രാസിൽ ആദ്യമായിട്ട് വരികയാണോ? അതെ. ഇതുവരെ വീട്ടുകാരെ പിരിഞ്ഞു നിന്നിട്ടുണ്ടാവില്ല അല്ലേ? പഠിക്കുമ്പോ ഞാൻ ഹോസ്റ്റലിലാ താമസിച്ചിരുന്നത്. വീട് ടൗണിൽ നിന്ന് കുറെ അകലെയാ. ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചാ പിന്നെ ലോകത്ത് എവിടെ പോകാനും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഏതായാലും ഇവിടെ സ്വന്തം വീട് പോലെ തന്നെ കഴിയാം. ഏഞ്ചൽ പഠിക്കണോ എന്നാണ് പറയുന്നത്. നേരം പോണ്ടേ, അതുകൊണ്ട് കോളേജിൽ പോയിരുന്ന് ആ ബോറൊക്കെ സഹിക്കുന്നു, അത്ര തന്നെ. എടാ, മണി എത്രയാണെന്നറിയാവോ? വേഗം റെഡിയാവോ, നമുക്ക് പോണ്ടേ. എങ്ങോട്ട്? രാധ ഇന്റർവ്യൂവിന് കൊണ്ടുപോണ്ടേ? അത് ഞാൻ കൊണ്ടുപോകാം. അപ്പൊ ഞാനോ? നീ ഓഫീസിൽ പോണം. ഛേ, തമാശ കളയുണ്ണി. നിന്റെ നാട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയെ നീ ഒറ്റയ്ക്ക് ഇന്റർവ്യൂവിന് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഓഫീസിൽ പോയാലോ? അവൾക്ക് തോന്നില്ലേ നമ്മൾ തമ്മിൽ ഒരു സ്നേഹത്തിലല്ലെന്ന്? അതിന്റെ കുറച്ചിലാർക്കാ? ആ കുറച്ച് ഞാനങ്ങ് സഹിച്ചു. അവക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അച്ഛൻ എഴുതിയിരിക്കുന്നത് എനിക്കാ. ഉണ്ണിക്കട്ടൻ അമ്മാവനും ഞങ്ങളും അങ്ങനെ കഴിഞ്ഞവരാ. അവക്ക് വേണ്ടി നീ എങ്ങനെ ബുദ്ധിമുട്ടണ്ട. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അയ്യോ ഉണ്ണി, ഇതും വിചാരിച്ച് ഞാൻ ലീവ് എടുത്തു പോയി. ലീവ് ക്യാൻസൽ ചെയ്തു? ഛേ, ഇതൊരുമാതിരി അരിവറുത്ത് ഇടപാടായി പോയല്ലോ. ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. വേണ്ട, എവിടെ വന്നാലും ഒരാളാകല്. അവന്റെ ഒരു അവകാശബോധം. കാരണവന്മാർ അവന് വേണ്ടി ഒഴിഞ്ഞു വെച്ച പെണ്ണാണെന്ന് തോന്നുന്നു അവന്റെ ഭാവം കണ്ട. അവിടെ പോയാ பெரிய ரோதனையை பற்றி கணக்கு பூரா தட்டி போச்சுங்க. மறுபடியும் நான் கூப்பிடணும் கொள்ளணும், என்ன பண்றது? குட் மார்னிங் சார். குட் மார்னிங். ஒரு அப்பாயின்மெண்ட் ஆர்டர் கிடைச்சிருக்கு. இந்த மானேஜரை கொஞ்சம் பார்க்கணுமே. இப்படி போங்க, இதான் ரூம். இப்படியா? தேங்க்யூ சார். ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്റെ പേര് ഉണ്ണി. ഇതെന്റെ കസിൻ രാധ. എറണാകുളത്ത് ചേർത്ത ടെസ്റ്റിൽ രാധ പാസ്സായി. ജോയിൻ ചെയ്യാൻ വന്നതാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഐ എം സോറി, ഈ പോസ്റ്റിൽ വേറെ ആളെ നിയമിച്ചു പോയി. അതെങ്ങനെയാണ് സാർ? അപ്പോയിന്റ്മെന്റ് ഓർഡർ അയച്ചത് ഈ കുട്ടിക്കല്ലേ? മിസ്റ്റർ, ഈ ഓർഡർ ഇവിടെ നിന്ന് അയച്ചത് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്. അതെ. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യാനല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്? അതെ. ഇന്ന് തീയതി എത്രയാണ്? 25. എനിക്ക് ഓർഡർ കൈ കിട്ടിയത് ഈ 21-ാം തീയതിയാണ് സാർ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ കേസ് കൊടുക്കൂ. സാർ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല കുട്ടി. വേറെ വേക്കൻസി ഒന്നുമില്ല. യു ക്യാൻ ഗോ. രാധ എന്തിനാ കരയുന്നത്? ഇതിനിത്ര കരയാനെന്തിരിക്കുന്നു? ഒരു ജോലി കിട്ടിയില്ല എന്ന് വെച്ച് എത്ര ആപ്ലിക്കേഷൻ അയച്ചിട്ടായിരുന്നു ഇത് കിട്ടിയത്. എന്നിട്ടിപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വിഷമിച്ചാലോ? ഒരു ജോലി മാത്രമാണോ ജീവിതത്തിൽ വലുത്? വേറെ എന്തെല്ലാം കിടക്കുന്നു. മാത്രമല്ല, രാധയ്ക്കിപ്പോ അത്ര വലിയ ജീവിതഭാരമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ഉണ്ണീട്ടാ. അതാ നല്ലത്. ലീവ് കിട്ടിയാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാനും നാട്ടിലേക്ക് വരാം. നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. വരൂ. നല്ലൊരു ദിവസം വെറുതെ കളഞ്ഞു. രാധയ്ക്ക് ജോലി കിട്ടിയില്ല. അത് നീ ഒറ്റയ്ക്ക് എഴുന്നള്ളിയപ്പോഴേ വിചാരിച്ചതാ. ഓ,
നീ ഉണ്ടായിരുന്ന മല മറിച്ചേനെ. അവര് വേറെ ആളെ അപ്പോയിന്റ് ചെയ്തു. അതാ പറഞ്ഞത്, കൂടെ പോകുന്നവർക്ക് കുരുത്തം വേണമെന്ന്. രാധയ്ക്ക് ഇന്ന് തിരിച്ചു പോണമെന്ന്. നാട്ടിലേക്കോ? അല്ലാതെ എങ്ങോട്ടാ? പാവം കുട്ടി വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ചെന്ന് 2 നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചാലോ? കാര്യം ഇപ്പൊ അവർക്ക് ടിക്കറ്റ് എടുക്കണമല്ലോ. നീ ഒന്ന് പോയിട്ടില്ലാവോ? അതിന് ഞാൻ വേണമല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാവം പെൺകുട്ടി. ആ ഒരു സഹോദരിയുടെ കാര്യത്തിനല്ലേ കാശ്? എന്റെ എവിടുന്ന കാശ്? ഉണ്ടായിരുന്ന എടുത്താ സ്കൂട്ടറിന് പെട്രോൾ അടിച്ചത്. തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മാസാവസാനായിട്ട് എന്റെ അടുത്ത് എവിടുന്ന കാശ്? തപ്പി നോക്കിയ 4-5 രൂപ ആണ്. കുഴപ്പമായല്ലോ. ടിക്കറ്റ് എടുക്കാൻ അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് ചോദിക്കുന്നത്. ആ എന്നാ നീ തന്നെ വഴിയാണ്. ഉണിക്കണ്ടൻ നായർ സ്വന്തം ആളാന്നല്ലേ പറഞ്ഞത്? വർമ്മയോട് ചോദിച്ചാലോ? വരുമോ കുളിരേ അരികിൽ തതരീരാ. വർമാജി ഇന്ന് പാശ്ചാത്യ സംഗീതത്തിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഞാൻ നമ്മുടെ സംഗീതവും പാശ്ചാത്യ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയായിരുന്നു. പാശ്ചാത്യ സംഗീതം ഇവിടെ കിടക്കണു, നമ്മൾ ഇവിടെ കിടക്കണു. ആ നിങ്ങൾ വന്നു നന്നായി. എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ അടുത്ത മാസത്തെ വാടക കൂടെ തിരിച്ചു തരാം. എന്താ ഇത്ര അർജന്റ്? രാധയെ നാട്ടിലേക്ക് അയക്കണം. ഇവിടെ ജോലി ശരിയായില്ല, അതുകൊണ്ടാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. വർമാജിയുടെ ജോലി നടക്കട്ടെ. എന്ത് ജോലി? ഇരിക്കുന്നേ. അല്ല, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ടിക്കറ്റ് എടുക്കണം. അതിന് ഒരാൾ പോയാ പോരെ? അല്ല അത് മതി മതി, ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് രാധയെ കാണാം. രാവിലെ വേണമെങ്കിൽ ഞാൻ പോയിക്കോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഇവിടെ തന്നെ കാണും. ടിക്കറ്റ് എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വരണം. ഉണ്ണി ഉണ്ണി ഈ കസേര അങ്ങോട്ടിരുന്നോളൂ. ആ ഇരിക്കൂ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ആ വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുകുമകുമകു, തേൻ കൂട്ടിൽ കല്ലു വീണാലു. നല്ലൊരു പെൺകുട്ടി. കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വേണം കണ്ടെത്താൻ. ആവശ്യത്തിന് സൗന്ദര്യം, തരക്കടില്ലാത്ത വിദ്യാഭ്യാസം, ആകെ കൂടി കൊള്ളാവുന്ന ഒരു കുട്ടി. ടിക്കറ്റ് എടുത്തു കൊടുത്താൽ അവൾ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവല്ലോ, അതാണ് പ്രശ്നം. ഉണ്ണിക്കാണെങ്കിൽ അവന്റെ നാട്ടുകാരിയാണ്. ഇടയ്ക്ക് ലീവ് എടുത്ത് എന്നാൽ എപ്പോ വേണമെങ്കിലും കാണാം. വേണ്ടി വന്ന കുടുംബക്കാരുമായി ആലോചിച്ച് കല്യാണം വരെ കഴിക്കാം. ഞാനെന്ത് ചെയ്യും? അവൾ എവിടെയാണെങ്കിൽ എന്നും നേരിട്ട് കാണാം. നല്ല പെരുമാറ്റത്തിലൂടെ അവളുടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന് തന്നെ വെക്കുക. സൗന്ദര്യത്തിലും ഉണ്ണിയേക്കാൾ അല്പം ഭേദമാണല്ലോ നമ്മൾ. അവൾ എവിടെ തന്നെ നിന്ന് കിട്ടിയാൽ ജയിച്ചു. അതിനെന്ത് ചെയ്യും? That's it. വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി, വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി. നാരുതരാം ദിൻ 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 ദിൻ, ചകിരി തരാം ദിൻ 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 ദിൻ, നാരുതരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. രാധയ്ക്ക് ജോലി കിട്ടാഞ്ഞത് നന്നായി. സേതുവിന് വലയെന്ന് രക്ഷപ്പെട്ടല്ലോ.
1 മാസം ലീവ് എടുത്ത് നാട്ടിൽ പോണം. എല്ലാവരോടും പറഞ്ഞ് രാധയെ കല്യാണം കഴിക്കണം, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ അവൻ എന്ത് ചെയ്യും നോക്കാമല്ലോ. അവളെ ഞാൻ ജോലിക്കൊന്നും അയക്കില്ല, അല്ലെങ്കിൽ ഭാര്യ സമ്പാദിച്ചിട്ട് വേണം എനിക്ക് ചെലവ് കഴിയാൻ. മിസ് റീത്ത ലവ് സ്റ്റോറി കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. എനിക്ക് 2 ഫ്രീ പാസ് കിട്ടിയിട്ടുണ്ട്. വി ക്യാൻ ഗോ ഫോർ എ ഷോ. എപ്പോഴാണ് സർ? 6:30. വരാം. ആൻഡ് ഐ വിൽ ടേക്ക് യു ഫോർ എ ഡിന്നർ ഓൾസോ. ഓക്കെ. തന്നോട് ഇപ്പോൾ ഇവിടെ വരാൻ ആര് പറഞ്ഞു? അത് ശബ്ദിച്ചു പോരുത്. ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് സർ. നാട്ടിൽ നിന്ന് എന്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്, രാധ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത്. ഈസ് ഷീ എ യങ് ഗേൾ? യെസ് സർ. എന്നാ വിളിക്കൂ. രാധേ, അപ്പൊ മിസ് റീത്ത പൊക്കോളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഓക്കെ സർ. നമസ്കാരം. 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 വരൂ. ഇതാ വാങ്ങിച്ചോളൂ. സാറ് മധുരം കൊടുക്കാതെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാറില്ല. താങ്ക് യു സർ. ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല സർ. ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് നാട്ടിലേക്ക് മടങ്ങണം. എപ്പോഴാ വന്നത്? ഇന്നലെ. എന്നിട്ട് ഇത്ര വേഗം മടങ്ങിപ്പോയി? അല്ല, നമ്മുടെ മില്ലറ്റ് കമ്പനിയില്ലേ, അവിടെ ഒരു ജോലിക്ക് വന്നത്. പക്ഷേ അവിടെ വേറെ ആരെയോ അപ്പോയിന്റ് ചെയ്തു. എന്തിനാ ഈ ചോട്ടാ കമ്പനിയിലൊക്കെ പോയി ജോലി ചോദിച്ചത്? തനിക്ക് എന്നോടൊരു വാക്ക് പറയാൻ ഞാനിവിടെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നല്ലോ. ശരിയാ, ഞാൻ അക്കാര്യം ആലോചിച്ചതേ ഇല്ല. തന്നെ അല്ലെങ്കിൽ എന്തിനാ കൊള്ളുക? കുട്ടിക്ക് ജോലി ഞാൻ തരാം. ക്ലറിക്കൽ സ്റ്റാഫിൽ രാധയെ നിയമിച്ചുകൊണ്ട് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അടിച്ചുകൊണ്ട് വരും. സ്കെയിൽ 800 to 1200. എന്താ പോരെ? വലിയ ഉപകാരം സർ. അരുതേ അരുതരുതേ നിരപരാധിയാം എന്നെ കൈവെടിയരുതേ. അശരീരി ഗാന. അരുതേ അരുതരുതേ നിരപരാധിയാം എന്നെ കൈവെടിയരുതേ. അരു 1 2 3 4. ശരിക്കും ചെയ്യൂ ചാർലി. 1 2 3 4. 1 2 3 4. ആ, ഉണ്ണി വന്നല്ലോ. ഉണ്ണി, കാര്യം അറിഞ്ഞോ? രാധയ്ക്ക് ജോലി കിട്ടി നമ്മുടെ ഓഫീസിൽ. ആ വി എൻ ദാസിനെ മണിയടിച്ച് സേതു കാര്യം സാധിച്ചു. സമ്മതിക്കണം കേട്ടോ. നല്ല ശമ്പളവും. എന്നിട്ട് രാധ എവിടെ? അവൾക്ക് എന്തോ ചില്ലറ ഷോപ്പിംഗ് ഉണ്ടെന്ന്. സേതു അവളും കൂടെ പോയിരിക്കുക. ഉണ്ണി വരൂ, ഞാൻ കാപ്പിട്ട് തരാം. ഉണ്ണിയേട്ടാ, എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലി കിട്ടി. അറിഞ്ഞു. ജോലിക്കൊന്നും പറഞ്ഞു പോന്നിട്ട് വെറുതെ തിരിച്ചു പോകുന്ന കാര്യം ഓർത്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനിത് അകത്തോണ്ട് വെച്ചിട്ട് വരാം. നീ എപ്പോ വന്നു? തോളിലിരുന്ന് ചെവി കടിക്കാണല്ലേ? എന്തേ? ചിരിക്കല്ലേ ചിരിക്കല്ലേ? വാ, ആദരിക്കാം. വല്ലാത്ത ദാഹം. സേതു, വാ. എന്താടാ? വരാൻ. അത് വേണ്ട, എന്റെ സ്കൂട്ടറാണ്, ഞാൻ ഓടിച്ചോളാം. നമ്മൾ തമ്മിൽ എന്റേത് നിന്റേതെന്നുള്ള വ്യത്യാസമൊക്കെ ഉണ്ടോ? ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ടി വന്നു. എടാ, നിനക്ക് എന്ത് പറ്റി? പറ്റിയത് ഞാൻ പറഞ്ഞു തന്നായിരിക്കും. അല്ലാതെ അറിയാൻ എനിക്ക് ജ്യോതിഷമുണ്ടോ? ഞാൻ നിന്നോട് എന്ത് ചെയ്തു അത് പറ ആദ്യം. എടാ, മനുഷ്യനായ നന്ദി വേണം. കാര്യം കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ കൊച്ചാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ പഠിച്ചിട്ടില്ല. ഓ, നീ വലിയ പുണ്യാളത്തിനായിരിക്കും. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ആ കുട്ടിക്ക് ഞാനൊരു സഹായം ചെയ്തു, അതാ ഇപ്പൊ അബദ്ധമായത്. ആ 100 രൂപ എവിടെ?
ഞാൻ കടമെടുക്കുന്ന 100 രൂപ എവിടെയാണ്? അതിനാ അവൾക്ക് നമ്മൾ ഈ പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാരെ കണ്ട അളവരാധികൾ തൽക്കരിക്കുന്നത് എന്തിനാണ് ചോദ്യം? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പ്രവർത്തിക്കാം അല്ലേ? അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അച്ഛൻ എഴുതിയിരിക്കുന്നത് നിനക്കല്ല. നീ എന്തിനാ നാഴികയ്ക്ക് നാപ്പോട്ടെ ഇത് തന്നെ പറയുന്നത്? പറയൂടാ, പറയും. ഉണിക്കണ്ടൻ അമ്മാവൻ രാധയുടെ അച്ഛൻ പണ്ട് തോളിനേറ്റ് നടന്നിട്ടുള്ളതാണ് എന്നെ. ആ നന്ദിയും സ്നേഹവും എനിക്കുണ്ട്. അല്ല നിന്നെ പോലെ നിറം കാണുമ്പോ ചാടുന്ന ബോറല്ലേ ഞാൻ. എടാ കനകം മൂലം കാമിനി മൂലം കലഹം കലകലഹം കലഹം ഹം 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 ഹം. കനകം മൂലം കാമിനി മൂലം കലഹം കലകലഹം കലഹം ഹം 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 ഹം. അസലായിട്ടുണ്ട്. ഹലോ രാമേന്ദ്രൻ. இல்லைங்க பாலசுப்ரமணியம். ஓ பாலசுப்ரமணியம். ஏஜிஸ் ஆபீஸ் தானே ஒர்க் பண்றது? போஸ்ட் ஆபீஸ். ஓ ஐ எம் சாரி, நான் மறந்து வச்சு. வாங்க நான் ட்ராப் பண்ணிக்கலாம். அந்த வழி தான் போறது. தேங்க்ஸ். சொல்லமா? ஓகே. വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. പിന്നെ ജനറൽ മാനേജറെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാവമാണ്. പക്ഷേ ശല്യം സഹിക്കില്ല. അത് കണ്ടു അറിഞ്ഞും പെരുമാറിയാ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, രാധേ രാധേ, വീട്ടിലേക്ക് എഴുതുമ്പോഴേ ഉണിക്കണ്ടൻ അമ്മാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചിട്ട് പറയണം കേട്ടോ. ഹലോ, ഞാനങ്ങോട്ടിരിക്കട്ടെ. ഈ ആഫീസ് ജോലി എന്ന് പറയുന്നത് വലിയ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. രാവിലെ അതിന്റെ ഒരു ഗുട്ടൻസ് പിടിയില്ലല്ലോ. പിന്നെ തേക്കാൻ നല്ല കാച്ചി എണ്ണയിട്ട് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കോട്ടയ്ക്ക് വാങ്ങിച്ചു തരാം. വേണ്ട, അങ്ങനെയൊന്നുമില്ല. ഓ ദാസാർ വിളിക്കുന്നു. മിസ് രാധ എവിടെയാ താമസിക്കുന്നത്? റോസി ചേച്ചിയുടെ കൂടെയാ. അവിടെ അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സർ. റോസിയുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? റോസി ചേച്ചി, മകൾ, പിന്നെ ചാർലി അങ്കിൾ. ചാർലിയോ? ചാർലി എന്ന് പറയുന്നത് റോസിയുടെ ഹസ്ബൻഡ് ആണല്ലേ? അതെ. ആളെങ്ങനെ? നല്ല മനുഷ്യനാണ് സർ, എന്നെ വലിയ ഇഷ്ടമാണ്.
ഐ സി. ഈ രാധയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റ് സാറ് നോക്കിയിട്ടില്ല. ഞാൻ പിന്നീട് നോക്കിക്കോളാം. നോക്കോളൂ സാർ, വളരെ അത്യാവശ്യമുള്ളതാണോ അല്ലയോ തീരുമാനിക്കേണ്ടത് ഞാനാ. ഐ ആം ദി ജനറൽ മാനേജർ ഹിയർ. മനസ്സിലായോ? മനസ്സിലായി. ക്ലോസ് ദി ഡോർ. രാധയ്ക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ, ഐ മീൻ ഫിലിം സ്റ്റാർസ് ആരൊക്കെയാണ്? ഞാൻ സിനിമ വളരെ കുറച്ചേ കാണാറുള്ളൂ സാർ. വെരി ഗുഡ്. പെൺകുട്ടികൾ വളരെ കുറച്ചേ സിനിമ കാണാവും. സാർ, ആ അക്കൗണ്ട്സ് ഫയൽ കിട്ടിയില്ല. ഇഡിയറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്തേക്കില്ലേ? അല്ല, സാറ് മറന്നോന്ന് വിചാരിച്ച്. മറന്നിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തോ തന്നോടല്ല പറഞ്ഞത്. ഇതാണ് ലൈഫ് ലൈൻ. ഇത് ഭാഗ്യരേഖ. ഭാഗ്യരേഖ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഈ മംഗല്യരേഖയാണ് വളരെ പ്രധാനം. ഇത്രയും വിശേഷമായൊരു മംഗല്യരേഖ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എക്സ്ക്യൂസ് മീ സർ. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയാൽ കൊള്ളാം. അവിടെ വെച്ചേക്കും, ഞാൻ പിന്നെ നോക്കിക്കോളാം. താങ്ക് യു സർ. മിസ്സസ് ദാസിന് സുഖം തന്നെയാണോ സർ? അതെ. ഞാൻ കണ്ടിട്ട് കുറേ നാളായി. ക്ലബിൽ ഇപ്പൊ പോവാനേ പറ്റുന്നില്ല. സാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പാവം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. BP ഇപ്പൊ എങ്ങനെയുണ്ട് സർ? കുറവുണ്ട്. സാറിനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. മിസ് രാധ, യു കൻ ഗോ നൗ. താങ്ക് യു സർ. ഞാൻ പിന്നീട് വിളിച്ചോളാം. ശരി സർ. ഞാൻ വായിക്കുന്നത് കണ്ടില്ലേ? പാതിരയ്ക്ക് എന്റെ വായന. മനുഷ്യർക്ക് ഉറങ്ങണം. അത്ര അത്യാവശ്യമുള്ളവർ പുറത്ത് നിന്ന് കിടന്ന് ഉറങ്ങണം. വായിക്കുന്നവർക്ക് ആ പുറത്തെ സൗകര്യം. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യം ഞാനും തീരുമാനിച്ചോളാം. നിനക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിലേ ഇത് നിന്റെ തറവാട്ട് സ്വത്തായിരിക്കണം. എന്റെ തറവാട്ട് സ്വത്തിനാണെന്ന് വിചാരിച്ചോ? അതിനാളെ വേറെ നോക്കണം. വേണ്ട വിചാരിക്കുമ്പോ
സൗന്ദര്യം ഈശ്വര സൃഷ്ടിയാണ്. അതെവിടെ കണ്ടാലും നാം ആസ്വദിക്കണം. അതിന് കിടക്കരുതെന്ന് മാത്രം. ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ അവരുടെ ഭംഗി നമ്മൾ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. ദേ ഓൾസോ വിൽ ബി ഹാപ്പി. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗേൾസ്. ഓക്കെ, സീ യു. ശരി സർ. തലയിൽ സ്വന്തം മുടിയുള്ളതും കൊണ്ട് നടന്നാ പോരെ? പെണ്ണുങ്ങളെ കാണുമ്പോ തന്റെ ഒരു ശൃംഗാരം. തന്റെ ഈ വിഗ് ഞാനൊരു എടുക്കും. കിഴവന്റെ വിചാരം കമലഹാസനാണെന്നാ? അല്ലെങ്കിൽ പിന്നെ ഈ വയസ്സുകാലത്ത് കഷണ്ടി ഇല്ലെന്ന് കാണിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏഞ്ചൽ പറയുന്നത് രാവിലത്തെ നടത്തം പെണ്ണുങ്ങളെ കാണാനാണെന്നാ. ഓക്കെ സർ. മിസ് രാധ, സാർ വിളിക്കുന്നു. സർ. അവരോട് അതൊക്കെ പറഞ്ഞോ? ഏത് സർ? അബൌട്ട് ദിസ് തിങ്? ഇല്ല സർ. പിന്നെ എന്തിനാ എല്ലാവരും ചിരിച്ചത്? അത് റോസി ചേച്ചി ഒരു തമാശ പറഞ്ഞിട്ടാണ് സർ. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ രാവിലെ നടന്നതിനെ പറ്റി പറയരുത്. ഇല്ല സർ. ഗുഡ് ഗേൾ. 3 മാസത്തിനകം മിസ് രാധയ്ക്ക് ഞാൻ ഇൻക്രിമെന്റ് മേടിച്ചു. താങ്ക് യു സർ. കുട്ടി പോയിരുന്നോളൂ. പെൺകുട്ടികൾ എത്ര നല്ലവരാണ്. സ്ഥാപനത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ ബാക്കി സ്റ്റാഫ് എല്ലാം പെണ്ണുങ്ങളായിരിക്കും. എന്താന്ന് വെച്ചാൽ ഉണ്ണേട്ടൻ പറയൂ. പറയാം. പിന്നെ എന്നോട് പറയാൻ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. കുറച്ച് നല്ല കാറ്റുമൊക്കെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. സാധാരണ ആരെക്കുറിച്ചും ഞാനങ്ങനെ കുറ്റം പറയാറില്ല. പക്ഷേ രാധയോടാവുമ്പോ മറ്റുള്ളവരെ പലല്ലോ. എന്താ ഉണ്ണേട്ട കാര്യം? വേറൊന്നുമല്ല, നമ്മുടെ സേതുവില്ലേ, അതെ, ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര ലോഹിത്തിലല്ല. നിങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? തോന്നില്ലേ? തോന്നി. ആർക്കും അങ്ങനെ തോന്നും. രാധ ഈ പെരുമാറാൻ കൊള്ളാവുന്നവരല്ലേ നമുക്ക് അടുക്കാൻ പറ്റൂ. അവൻ അങ്ങനല്ല. കാണുന്ന പെൺപിള്ളേരുടെ മുഴുവൻ പുറകെ ചുറ്റി കിടക്കും. ഒരിക്കൽ ഞാൻ കുറെ ഉപദേശിച്ചു നോക്കി, ആര് കേൾക്കാൻ. പിന്നെ ഞാൻ എന്താ കൂടെ താമസിപ്പിച്ചിരിക്കുന്നു വെച്ചാൽ കുറച്ച് ദയ ഉള്ളിലുള്ളത് കൊണ്ട്. എത്രയായാലും ഒരു രോഗിയല്ലേ. രോഗിയോ? സേതുട്ടൻ എന്താ രോഗം? സേതു ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലാതെ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അവന്റെ കയ്യിരിപ്പോണ്ട. എങ്കിലും രോഗം എന്ന് പറയുമ്പോ നമ്മൾ അതൊക്കെ പറക്കൂലേ. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. അതെയോ? 3ാമതൊരിക്കൽ കൂടി വന്നാൽ ഒരു രക്ഷയുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരും. മനുഷ്യന്റെ കാര്യമില്ലേ, വിധി എന്നല്ലാതെ എന്താ പറയാ. അങ്ങനെ പാവമൊന്നുമല്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതാണ് നടപ്പ്. നമ്മളിൽ ചിലരെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. രാധ ഇതൊന്നും അറിഞ്ഞായി ഭാവിക്കണ്ട കേട്ടോ. രാധേ, നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾക്ക് സ്വല്പം സംസാരിക്കാനുണ്ട്. വരട്ടെ. എന്താ സേതുട്ടാ?
രാധ വളരെ നല്ല പെൺകുട്ടിയാണ്. നല്ലവർക്ക് കാണുന്നതെല്ലാം നല്ലതായിട്ടേ തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല. അതെ, മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും സൂക്ഷിക്കേണ്ടവരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. എന്താ, നെഞ്ചു വേദനിക്കുന്നോ? ഏയ്, നെഞ്ചുവേദനയൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നാ അറിഞ്ഞത് സേതുവേട്ടൻ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? എന്തിന്? ഉണ്ണിയേട്ടൻ പറഞ്ഞു 2 തവണ ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന്. ഹാർട്ട് അറ്റാക്കോ? എനിക്കോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ആളുകളെ മനസ്സിലാക്കാൻ ശരിക്ക് പഠിക്കണമെന്ന്. നാവെടുത്താൽ അവൻ നുണയെ പറയും. അപ്പോ ഉണ്ണിയേട്ടൻ വെറുതെ പറഞ്ഞതാണോ? അല്ലാതെ പിന്നെ എന്നെ പോലെ ചെറുപ്രായത്തിലൊക്കെ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും? ഇത് മാത്രമല്ല, അവൻ ഇനിയും പലതും പറഞ്ഞു എന്ന് വരും. നിങ്ങൾ നാട്ടുകാരായിരിക്കും, പക്ഷെ രാധയേക്കാൾ കൂടുതൽ അവനെ എനിക്കറിയാം. ആട്ടെ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? എനക്കം ഉണ്ടായിട്ട് വേണ്ടേ പിണങ്ങാൻ? അയ്യോ, പിന്നെ എന്താ അവനെ എന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവന്റെ അച്ഛനെ ഓർത്തിട്ട. പാവം അങ്ങേര് ഇവിടെ വന്ന് എന്നോട് കെഞ്ചി പറഞ്ഞു. മൂപ്പർക്ക് അറിയാം അവന്റെ സ്വഭാവം. ഉണ്ണിയേട്ടൻ പാവമല്ലേ? കണ്ടാൽ അങ്ങനെ തോന്നും. ശമ്പളം കിട്ടിയാൽ കിട്ടുന്ന കാശൊക്കെ ധൂർത്തടിച്ച് കളയും. ചീട്ടുകളി, കുതിരപ്പന്തയം, കുടി, പിന്നെ ചുരുക്കി പറഞ്ഞാൽ രാധയോട് പറയാൻ കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ അവനുണ്ട്. വിശ്വസിക്കാനാവുന്നില്ല. എത്രയാ കടം മേടിച്ചിരിക്കുന്നറിയാം? കണ്ട മാർവാടികൾക്ക് മുഴുവൻ കാശ് കൊടുക്കാനുണ്ട്. ജാമ്യം നിൽക്കാൻ ഞാനും. ദേ, ഈ എഴുത്തൊന്ന് വായിച്ചു നോക്കിയേ. 9200 രൂപയെ അവർക്ക് കൊടുക്കാനുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് അയാൾ ആക്ഷനൊന്നും എടുത്തില്ല. ഇവനൊക്കെ എങ്ങനെയാ നാളെ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ പോറ്റാൻ പോകുന്നതെന്ന്? കഷ്ടം കഷ്ടം. അല്ല, രാധ മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും നാട്ടിലേക്ക് എഴുതണ്ട കേട്ടോ, പാവം. എഴുത്തു കൊടുത്ത് വശീകരിക്കണല്ലേ? നിന്നെ ഞാനൊന്ന് കൊല്ലും. അന്ന് കടം വാങ്ങിയ 100 രൂപ നയിക്കാൻ വർമാജി പറഞ്ഞു. അത് വാങ്ങിച്ചവൻ തന്നോളും. അത് ചെലവാക്കിയവൻ തന്നോളും. അടുത്ത മാസം മുതൽ ഞാൻ മാത്രമേ ഇവിടെ കാണൂ. മുഴുവൻ വാടകയും ഞാൻ തന്നെ തന്നോളാന്ന് വർമ്മയോട് പറഞ്ഞേക്ക്. അപ്പൊ ഉണ്ണിസാർ നാട്ടിൽ പോവാ? ഞാൻ എവിടെയും പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നത് പോലെ തന്നെ നടക്കുമെന്ന് താൻ വർമ്മയോട് പറഞ്ഞിരിക്കും. അല്ല, രണ്ടുപേരും പിണങ്ങിയോ? താൻ പോയി തന്നെ പണി നോക്കണോ? അല്ല, പുള്ളിക്കാരൻ എന്ത് പറ്റി? ഒന്ന് പൂട കൊടുത്ത്. അപ്പൊ കടം വാങ്ങിയ 100 രൂപയോ? രണ്ടുപേര് പറഞ്ഞു നുണയാ. സേതുവിന് ഹാർട്ട് അറ്റാക്കും ഇല്ല, ഉണ്ണിക്ക് ദുസ്വഭാവവും ഇല്ല. പിന്നെന്തിനാ അവരെന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്? 2 പേരും പിണങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോ പിണങ്ങിയ പെണ്ണുങ്ങളെക്കാൾ മോശമാ ചില ആണുങ്ങള്. അവര് തമ്മിൽ അങ്ങനെ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലപ്പോ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞായിരിക്കും. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇവൻ ചെന്ന് രാധയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് എനിക്ക് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇനി ഒരു തവണ കൂടി വന്നാൽ ഞാൻ കാഞ്ഞു പോകും അത്ര. ഇതൊക്കെ കേട്ട ആ കുട്ടി എന്നെ പറ്റി എന്ത് വിചാരിക്കും? ചേച്ചി, ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കട്ടെ. പക്ഷെ ഇവനെന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുത്തെന്നറിയോ? ഞാൻ കള്ളുകൂടിയനാണ്, ആഭാസനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതൊക്കെ കേട്ടാ പെണ്ണുമ്പിൽ എനിക്കെന്താ ഒരു വില? അല്ലെങ്കിൽ ഭയങ്കര വിലയല്ലേ? അല്ല, ഒരു വില എടുത്ത് വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് വഴക്കൂടാതിരിക്കണം. രണ്ടുപേരും ഓരോ നുണകൾ പറഞ്ഞു. അത് നുണയാണെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. അയ്യോ, സാരമില്ല. അവളെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കളിപ്പിച്ചതാണെന്നേ അവൾക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ചേച്ചിക്ക് അറിയാമല്ലോ, അവൾ എന്റെ നാട്ടുകാരിയാ. എന്റെ ഉണിക്കട്ടൻ അവന്റെ മകളാ. എന്നെ മാത്രം വിശ്വസിച്ച് അവളെ കൊണ്ട് അയച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ വഞ്ചകം വന്ന് ചാടേണ്ട കാര്യം എന്തുവാ? അവൾക്ക് എന്നോട് ഇച്ചിരി അടുപ്പമുണ്ടെന്ന് വെച്ച് എവനെന്തിനാ കടന്ന് കുത്തുന്നത്? കാര്യം മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പിന്നാലെ നടക്കുന്നത് ആർക്കായാലും ഇഷ്ടപ്പെടില്ല. പറഞ്ഞു കൊടുക്കണം ചേച്ചി. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവൾക്കും കൂടെ തോന്നണ്ടേ? ആദ്യം തന്നെ ഈ മത്സരമൊന്നും അവളെ അറിയിക്കാതിരിക്കുക. മാന്യമായ പെരുമാറ്റത്തിലൂടെ മാത്രമേ ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ സാധിക്കൂ.
രാധ നമ്മുടെ മംഗളത്തെ ജാനിച്ച കല്യാണത്തിന് വന്നിരുന്നോ? ഇല്ല, എനിക്കൊന്ന് പരീക്ഷ. ഛോ, അന്നത്തെ സദ്യക്ക് ഒരു പാലപ്രസം ഉണ്ടായിരുന്നു. ഓർക്കുമ്പോ ഇപ്പോഴും നാക്കത്ത് വെള്ളം ഊറുക. രാധയ്ക്ക് എങ്ങനെ ഇലയുടെ ഇഷ്ടമാണോ? അതെ. ഉണ്ടാക്കറിയോ? അറിയാം. അയ്യോ, എനിക്ക് ഇലയെന്ന് പറഞ്ഞ ജീവന. ഒറ്റ ഇരിപ്പിൽ 5-8 തട്ടിക്കളെ. അയ്യോ, മധുരം അധികം കഴിക്കരുത് ഉണ്ണിയേട്ടാ, തടി കൂടും. ഞാൻ തടി കൂടുതലാണോ? സ്വല്പം. അതെന്താ, കുറയ്ക്കാലോ. ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരാള് വേണ്ട രാധ. ഓരോരുത്തന്മാരുടെ ഭാവം കണ്ട കറുത്തൊന്ന് പൊട്ടിക്കാ തോന്നും ആലവലാദികൾ. നമുക്ക് പോവാം. രാധ എന്താ പേടിക്കുന്നത്? ഞാനില്ലേ? അവന്മാരുടെ കമന്റ് ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ കാണിച്ചു കൊടുത്തേ. பொண்ணு பரவாயில்லடா, அந்த பையன் தான் அவ்வளவா. വേണ്ട ഉണ്ണിയേട്ടാ. എന്നടേ അമ്മ പെങ്ങാമാരൊന്നും ഇല്ല വീട്ടിലെ? மன்னிச்சிருங்க சார். ഉണ്ണിയേട്ടാ. അയ്യോ, ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടാ. സേതുട്ടം വന്നില്ലെങ്കിൽ നമ്മൾ ആകെ വിഷമിച്ചു പോയില്ലേ? ഓടിക്കളഞ്ഞില്ലേ? ഇല്ലെങ്കിൽ എല്ലോടിച്ച് ഞാൻ കൈ കൊടുത്തേ. എനിക്കൊന്നും അറിയാൻ വയ്യാണ്ടൊന്നുമല്ല. രാധയ്ക്ക് അറിയാലോ, കളരിപ്പാറ്റ് രാമക്കുറുപ്പിന്റെ വകയിലെ അനന്തരവനാ ഞാൻ. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അത് മർമ്മത്തായിരിക്കും. ആള് ക്ലോസായി പോകും. ആരെ സിനിമാ സ്റ്റൈലി ആർക്കാ അറിയാത്തത്? രാധ അപ്പൊ അയ്യോ, എന്ത് മോനെ രാമു, നീ ഇങ്ങോട്ട് വാ. നീ എങ്ങോട്ടാ? കടയിലേക്കാ. എന്നാ കടയിൽ നിന്ന് വരുമ്പോഴേ ഒരു 200 മില്ലി വാങ്ങിട്ടു. പറ്റല്ലോ സാർ, കണക്ക് നോക്കിയിട്ടാ പൈസ തന്നിരിക്കുന്നത്. എന്നാ നീ പോയിട്ട് വാടാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. രാധയില്ലേ? അവിടെ എവിടെയെങ്കിലും കാണും. അങ്കിൾ, എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? എന്നെപ്പറ്റി 4 നല്ല വാക്ക് രാധയോട് പറയണം. എനിക്ക് ഇന്നൊരു മൂഡിലിടും. താൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും ഒരു മൂടുണ്ടാക്കി ഒന്ന് പറയണോ അങ്കിൾ? പറയാം. പക്ഷേ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ ആളെ കിട്ടാതിരിക്കാണ് ഞാൻ. അത് കഴിച്ചാലേ പറയാനൊരു മൂഡ് കിട്ടും. അങ്കിളിന് ബോട്ടിലല്ലേ വേണ്ടു? അത് ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരാം. മെടുക്കാൻ പയ്യൻ. നമുക്ക് സിനിമയ്ക്ക് പോവാം. അയ്യോ, അവനിപ്പോ വരും. ആര്? ജോലി കിട്ടിയതിന് രാധയുടെ വക ട്രീറ്റ് ഡാഡി. അയ്യോ, എനിക്ക് ട്രീറ്റ് നാളെ വലിയ സുഖമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് പകരം റോസിയെ കൂട്ടിക്കൊണ്ടു പോകും.
മമ്മി വരുന്നുണ്ട്. ആ പിന്നെ ഞാനെന്തിന് പോവാം. അങ്കിൾ സിനിമയ്ക്ക് വരുന്നില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അതാ ഞാനും പറഞ്ഞത്. നിങ്ങളെല്ലാം പോയാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ? പിള്ളേർക്ക് ബുദ്ധിയില്ല റോസി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നേരത്തെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളണം. മിടുക്കൻ. സിനിമയും കണ്ട് പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചിട്ടേ ഞങ്ങൾ വരും. മതി, അങ്കിളിന് സന്തോഷമായി. എന്നാ ഇനി വൈകിക്കണ്ട, സിനിമ തുടങ്ങാറായി. ഓക്കെ ബൈ. ടാറ്റാ. ബൈ. ആ രാധേ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ അങ്കിൾ? ആ സേതു ഉണ്ടല്ലോ, വളരെ നല്ലവനാ. ഇപ്പൊ ഇത്രയും മതി, ബാക്കി പിന്നെ പറയാം. ഓ ചാർലി എന്താ പറഞ്ഞ? ഒന്നുമില്ലെന്നേ. ദൈവം അറിഞ്ഞു തന്ന ദിവസമാണെന്ന് തോന്നുന്നു. എന്തൊരു സുഖം. ഇന്നൊന്ന് പൊടിക്കണം. എന്തുണ്ടെങ്കിലേ വിശേഷമൊക്കെ? നല്ല സുഖമായ വിശേഷം. അങ്ങളെ, എനിക്ക് രാധ ഒന്ന് കാണണം. അയ്യോ, അവള് സിനിമയ്ക്ക് പോയല്ലോ. എന്നോട് പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞു. അങ്ങളെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. അതിനല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങളെ, എന്നെ പറ്റി ഒരു നല്ല 4 വാചകം രാധയോട് പറയണം, അല്ലേ? അതെങ്ങനെ അങ്കിളുടെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിരുന്നു? ഒന്നുമില്ലെങ്കിൽ 20 കൊല്ലമായിട്ട് റോസിയുടെ കൂടെ കഴിയുന്നവനല്ലേ. മോനെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. നടക്കാനൊരു ബുദ്ധിമുട്ട്. പോയിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. ഇപ്പൊ കൊണ്ടുവരാ. ആ, ഒരു പാക്കറ്റ് സിഗരറ്റ്, ഫിൽറ്റർ ബിൽ. എന്റെ മാതാവേ, എന്റെ സമയം മാറിയത് കണ്ടില്ലേ? എടാ രാമു, മീൻ വറക്ക്, മുട്ട പുഴുങ്ങി. ആരാ വരുന്നത് സാർ? മറ്റവൻ തന്നെ കുപ്പി. കാണുന്നില്ലല്ലോ. അല്ല, സേതു വന്നോ? ആ, ഇനി സേതു പോയിക്കോ. രാധയെ ഒന്ന് കണ്ടിട്ട് പോവാ. ആ, അവര് സിനിമയ്ക്ക് പോയില്ലേ? നിന്റെ കാര്യം പകുതി പറഞ്ഞു. പകുതി ഇനി ഇവൻ അകത്തിരുന്നു. നിന്റെ കാര്യം ഞാൻ ഏറ്റുണ്ടോ? ഏറ്റല്ലോ. ടാറ്റാ. ഹൗസ്ഫുള്ളാണ്. നമുക്ക് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് പോവാൻ ചേച്ചി. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകണമെന്ന്. ആ, ബുക്ക് ചെയ്ത് ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച പോവാം. എന്നാൽ സെക്കൻഡ് പ്രോഗ്രാം മുടക്കണ്ട. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി കാപ്പ് കുടിച്ചിട്ട് തിരിച്ചു പോവാം. ഡ്രൈവിനൊക്കെ പോലാം. ഒന്ന് വേഗം വാടാ രാമു. ഇന്നെന്താ സാർ ഈ വേഷത്തിൽ? ഇന്ന് സിംഗപ്പൂർ സ്റ്റൈലിലാകാമെന്ന് വെച്ചു. ഇനി സിംഗപ്പൂർ കണി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരാണെന്ന് നോക്ക്. എന്റെ പങ്ക് കൊടുക്കണ്ട വരൂ. സാർ കൊച്ചമ്മയൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. കൊച്ചമ്മേ? അതെ. രാമു, ഇതെല്ലാം വാഷ് ഔട്ട്. ഒരു പൊടി പോലും കാണരുത്. എന്റെ കർത്താവെ, സിനിമാ തിയേറ്ററും ക്ലോസ് ചെയ്തു. കാപ്പി വാങ്ങി തന്നുകൊണ്ടൊന്നും കാര്യം തരുന്നില്ല കേട്ടോ. ഏയ്, സിനിമ കാണിച്ചു തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തല്ലോ, അതുപോരെ. ചാർലി അവിടെ കണ്ടില്ല. രാമു, എന്തോ? ചാർലി ഉറങ്ങിയോ? ഇല്ല, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. ബാത്റൂമിൽ എങ്ങനെ പോയി കാണും. എന്താ ചാർലി? റോസി, നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? സിംഗപ്പൂരിൽ എത്ര മാന്യനായിട്ട് കഴിഞ്ഞവനാണ് ഞാനെന്ന് നിനക്കറിയാമോ? എന്തു പറ്റി? വരൂ, വന്ന് കിടക്കൂ. നീ എന്നെ കിടത്താതിരുന്നാ മതി. ഞാൻ എന്താടി കൊച്ചു കുഞ്ഞോ മറ്റോ ആണ്? ഇത്രയധികം രൂപ സമ്പാദിച്ച് 4 അക്കമുള്ള തുക പെൻഷൻ വാങ്ങിക്കുന്ന എനിക്ക് ഒരു പെഗടിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. ഇത് എവിടത്തെ ന്യായമാടി? ആ, ചാർലിക്ക് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും പാടില്ല. അതുകൊണ്ടല്ലേ ഞാൻ കാശ് തരാത്തത്. ആണുങ്ങളായ കുടിക്കും, സിഗരറ്റ് വലിക്കും. അത് ചോദിക്കാൻ പെണ്ണുങ്ങൾക്ക് എന്താ അവകാശം? വയസ്സായില്ലേ, ആരോഗ്യം നോക്കാൻ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല അല്ലേ? ചെടി ചെടി.
അയ്യോ, എത്ര നേരമായി ബാത്റൂം പോയിട്ട്? എന്ത് പറ്റി? ചാർലി, ചാർലി, പേടിച്ചു പോയല്ലേ? ഇതാണ് സിംഗപ്പൂർ മാൻ. മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സേതു ഉണ്ടല്ലോ, വളരെ നല്ലവനാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഉണ്ണി വളരെ നല്ലവനാണ്. പോട്ടെ. സേതുവേട്ടിനെ പറ്റി ചാർലി അങ്കിളിന് എന്ത് നല്ല അഭിപ്രായമാണെന്ന് അറിയാമോ? എന്നെ പരിചയമുള്ള എല്ലാവർക്കും അങ്ങനെയാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനായിരുന്നു. പെൺകുട്ടികൾക്കും അങ്ങനെയായിരുന്നു? അയ്യോ, അതൊന്നും പറയണ്ട. എത്ര പേരായിരുന്നു എന്റെ പുറകെ. കൂട്ടുകാർക്കൊക്കെ എന്നോട് അസൂയായിരുന്നു. അല്ല, അസൂയ എന്നും ചിലർക്കുണ്ടെന്ന് വെക്കാം. അന്നൊക്കെ ദിവസവും ഓരോരുത്തരുടെ ലവ് ലെറ്റർ കിട്ടും. എന്നിട്ട് ഈ ലവ് ലെറ്ററിലൊക്കെ എന്നെ വീഴ്ത്താൻ ഒക്കും. ഒറ്റ ഒരെണ്ണത്തിന് പോലും ഞാൻ മറുപടി അയച്ചില്ല. അതെന്താ? നോക്കൂ, ഈ പ്രേമം ദിവ്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഒന്നാമതായി മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയായിരിക്കും. എങ്കിലേ നമ്മൾ അറിയാതെ ഒരു 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 എന്താ പറയാ, അതെ, രണ്ടുപേരും കാര്യമായിട്ട് വല്ലതും സംസാരിക്കായിരുന്നോ? ഹേയ്, ഒന്നുമില്ല. വീട്ടിലേക്കാ? അതെ, ഞാനും ആ വഴിക്കാം. അപ്പോ ഞങ്ങൾ ഒന്നിച്ചു പൊയ്ക്കോളാം. പോവാം. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ മറ്റുള്ളവർക്ക് വല്ലതൊക്കെ തോന്നുമെന്നാണ് എനിക്ക് പേടി. എന്ത് തോന്നാൻ? നമ്മൾ കാണുന്നവരല്ലല്ലോ ലോകം. പുകയുണ്ടെങ്കിൽ തീയില്ലേ ചോദിക്കും. എന്നെ പറ്റി അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല, പ്രത്യേകിച്ചും റോസി ചേച്ചിയുടെ വീട്ടിലെ ആൾക്കാർക്ക്. നമ്മുടെ ചാർലിയങ്കിളില്ലേ? അതെ, ചാർലിയങ്കിള് വല്ലതും പറയണ്ടായോ? എന്തു പറയാൻ? എന്നെ പറ്റി? ആ, പറഞ്ഞു. ഉണ്ണിയേട്ടൻ വളരെ നല്ലവനാണെന്ന് പറഞ്ഞു. ചുമ്മാ. സത്യം. അങ്ങനെ ആരെ പറ്റിയും ഒരു നല്ല അഭിപ്രായം പറയാറുള്ള ആളല്ല ചാർലിയങ്കിള്. എനിക്ക് അങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മുടെ മായനാട്ട് കാവിലെ പൂജാരി ഓർമ്മ വരിക. രാവിലെ ഓർമ്മയില്ലേ? എപ്പോഴും രാമനാമം ചോദിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ, വെളുത്തു മെലിഞ്ഞ്. അദ്ദേഹം എപ്പോഴും പറയും, ഉണ്ണിയെ പോലത്തെ സന്മനസ്സും ഭക്തിയുള്ള ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ണിയേട്ടൻ വളരെ ഭക്തനാണല്ലേ? അയ്യോ പിന്നെ, ഭക്തിയാണ് രാധയെ മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്നത്. രാധ എങ്ങനെ ഭക്തിയുള്ള കൂട്ടത്തിലാണോ? ആ, നാട്ടിലുള്ളപ്പോ അമ്പലത്തിലൊക്കെ പോവും. അന്ധവിശ്വാസം ഒന്നുമില്ല. അതാ വേണ്ടത്. ഈ ഭക്തി സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിൽ കിടന്നാൽ അപകട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാധയ്ക്ക് നാടാണോ നഗരമാണോ കൂടുതൽ ഇഷ്ടം? ജീവിക്കാൻ സൗകര്യം നഗരത്തിലാണെങ്കിലും എനിക്കിഷ്ടം നാടാണ്. അയ്യോ, കണ്ടോ, എന്റെ അതേ ടേസ്റ്റ് രാധയ്ക്കും. ആണോ? എന്റെ ഏറ്റവും വലിയ അംബിഷൻ എന്താണെന്ന് രാധയ്ക്കറിയോ? എന്താ? പറയട്ടെ. നാട്ടും പുറത്ത് നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്, നിറയെ മാവും പ്ലാവും കവുങ്ങും ഒരു കറവപ്പശുവും കുറെ കോഴികളും കുളിച്ചോടാൻ ഒരു അമ്പലവും ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ആയാൽ പിന്നെ തന്നത് എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ഹലോ ഹലോ, എന്താ കാര്യം? ഗുരുവായൂരിൽ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർക്ക് ആ വർമാജിയുടെ ഒരു ഗാനമേള വേണത്രേ. ഞാൻ പറഞ്ഞു തന്നെ പിടിച്ച കാര്യം നടക്കുന്നു. ഒരു കാര്യം ചെയ്യും, താൻ്റെ കൂടെ വാ. അല്ല, ഞാനത് അവരൊക്കെ എന്റെ മുറി കാത്തിരിക്കാനേ. അത് താങ്കളുടെ പൊക്കോ, ഞാൻ രാധ ഒന്ന് വീട്ടിലാക്കിയിട്ട്. അല്ല, ഉണ്ണിയേട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോളൂ, വീട് ഇവിടെ അടുത്തല്ലേ. വരട്ടെ. ഓ, താനൊന്നും പറയണ്ട, എന്റെ കൂടെ വന്നാ മതി.
മതിയുടെ പഞ്ചാരടിച്ചത്. ഹലോ മിസ് ദാസ്. ഹലോ. ഇവർക്ക് പരിചയമുണ്ടല്ലോ. വരൂ വരൂ, ഇരിക്കൂ. നമ്മുടെ ഇക്കൊല്ലത്തെ ഡോഗ് ഷോ ഈ മാസം 15th ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതെയോ? ആ, ഉദ്ഘാടനത്തിന് മിസ്റ്റർ ദാസ് തന്നെ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധം. അതിനെന്താ? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മിസ്സിസ് ദാസ്. ഓക്കെ ഓക്കെ. വാസു. എന്തോ? സാറിനെ കാണാൻ മിസ്റ്റർ തോമസ് മറ്റും വന്നിരിക്കുന്നെന്ന് പറയും. കാണാൻ തോമസാറും മറ്റും വന്നിരിക്കുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. കൂട്ടത്തിൽ സ്ത്രീകളാരുമില്ലല്ലോ. രണ്ടുപേരുണ്ട്. ഉണ്ടോ? എന്നാലേ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ വരണമെന്ന് പറയും. ഈ സിറ്റിയിൽ വെച്ച് നടന്നിട്ടുള്ള എല്ലാ ഡോഗ് ഷോയിലും എത്ര പ്രൈസുകൾ വാരിക്കുട്ടിയുള്ള ആളാണ് മിസ്സിസ് ദാസ് എന്ന് അറിയാമോ? അന്നൊക്കെ എന്റെ റൂബി മോൾ ഉണ്ടായിരുന്നു. മകള് കല്യാണം കഴിഞ്ഞു പോയോ? മിസ്സിസ് ദാസിന് മക്കളില്ല. റൂബി അവരുടെ പട്ടിയായിരുന്നു. അവള് മരിച്ചു. എന്നും അവളെ കണ്ടുകൊണ്ടിരിക്കാൻ മിസ്സിസ് ദാസ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്. മിസ്സിസ് ദാസ്, ഇത്തവണ നിങ്ങളുടെ അൽസേഷനെ ഡോഗ് ഷോയിൽ എൻട്രി ചെയ്യിക്കണം. നമുക്കിട്ട് പ്രൈസ് ഏർപ്പെടുത്താം. കിട്ടില്ല, അവനൊരു വിവരം കേട്ടവനാ. ആശ രാവിലെ തന്നെ ആരംഭിക്കൂ. അയ്യോ ഇല്ല, അത് നായമോന്റെ പേരാ. അവനെ വിളിക്കുന്നതാ. ഞങ്ങൾ അവനെ മോനെ പോലെ വളർത്തുന്നത്. അല്ല, ഞാൻ ബിസ്കീന്ന് കേട്ടപ്പോ ആ വക വൃത്തികെട്ട സ്വഭാവം ഒന്നും മൂപ്പർക്കില്ല. നല്ല ഒന്നാം തരം പെപ്പിള്ളേരെ അവരോട് 4 വർത്തമാനം പറഞ്ഞ് രസിക്കാന്ന് വെച്ചാൽ ആ കുരുമുരുത്ത കിട്ടവനെ വെഗ് കൊടുത്തോണ്ട് പോയി. കുളീനും കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വരൂ. ജസ്റ്റ് മിനിറ്റ്. എന്താ കുന്തം ഇത് കണ്ടോ? ഈ തലയും വെച്ച് എങ്ങനെ അവരുടെ അടുത്തേക്ക് പോകണം? ഐ എം സോറി. സേതുവേട്ടൻ വന്നിട്ട് വളരെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതിലെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങോട്ട് ഒന്ന് കയറാമെന്ന് വെച്ചു. ഇരിക്കൂ. അല്ല, ഇങ്ങനെ പാട്ടിൽ ലയിച്ചിരുന്നാൽ വല്ല കള്ളന്മാര് വന്നാൽ പോലും അറിയില്ലല്ലോ. ഞാൻ പലതും സംസാരിച്ചു നോക്കി, പക്ഷെ ഇത് കാരണം രാധ ഒന്നും കേട്ടില്ല. പാട്ട് കേൾക്കാനിരുന്നാൽ ഞാൻ അങ്ങനെയാണ്, മറ്റെല്ലാം മറക്കും. നാട്ടിലായിരിക്കുമ്പോൾ എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കും. ഞാൻ വല്ല പാട്ടുകാരുടെയും പുറകെ പോകുമെന്ന് പറഞ്ഞു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് എനിക്ക്. വർമാജി, ആ സുഖം കളഞ്ഞല്ലോ.
സ്വരം ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. നിർബന്ധമാണോ? അല്ല, പഠിക്കാൻ എളുപ്പമായിരുന്നു. എന്നാ ശരി. ഗമ ഗമ ഗ. ഗമ ഗമ ഗ. അയ്യോ അങ്ങനല്ല. ഗമ ഗമ ഗ. സാരേ ഗമ പ. കറക്റ്റ്. സരിഗമപ പദപമപ മപദനിസ ഗഗമഗരിസ സാനിധനി ദബദ പമപ ഗമപദനി ദബമ ഗമപ മഗമഗരിസ. ഹൃദയ സഖി നീ അരികിൽ വരൂ, കനവുകളിൽ നീ മധുപകരൂ. രാഗമനോഹരി നീ അണയുമ്പോൾ മമമിഴികളിൽ ഒരു പുതുമലർ വിടരുകയായി. ഹൃദയ സഖി നീ അരികിൽ വരൂ, കനവുകളിൽ നീ മധുപകരൂ. നാണം വിരിയുമിനേരം ചിറകുകൾ തേടും ഇനിയുമെൻ മോഹം. പഞ്ചാരച്ചിരി തൂകി മന്ദാര മുഖം കാട്ടി കാലൊച്ചയുണർത്താതെ പോരൂ. കരളിലെ വനികയിൽ കവിതകൾ വിടരവേ, ഒരായിരം മുത്തങ്ങളാൽ കണ്ണേ നിന്നെ താലോലിക്കാം. ഹൃദയ സഖി നീ അരികിൽ വരൂ, കനവുകളിൽ നീ മധുപകരൂ. ആരും തരളിതരാകും തിരുമുഖമിന്നൻ മനസ്സിലെ ദാഹം. മുല്ലപ്പൂ പന്തൽ തീർക്കാം, കല്യാണ മാലയൊരുക്കാം, പെണ്ണേ എന്നവവധുവാകാം. മധുവിധുരജനിയിൽ ചെറിയൊരു ശലഭമായി മാറും നേരം പൊന്നെ നിന്റെ കാതിൽ ചൊല്ലാം കിന്നാരങ്ങൾ. ഹൃദയ സഖി നീ അരികിൽ വരൂ, കനവുകളിൽ നീ മധുപകരൂ. രാഗമനോഹരി നീ അണയുമ്പോൾ മമമിഴികളിൽ ഒരു പുതുമലർ വിടരുകയായി. ഹൃദയ സഖി നീ അരികിൽ വരൂ, കനവുകളിൽ നീ മധുപകരൂ. തന്നെ എന്റെ ആത്മാവ് പറഞ്ഞു, മിസ്റ്റർ ദാസ്, ഇതാ നിങ്ങൾക്ക് ഒരാത്മാർത്ഥ സ്നേഹിതനെന്ന്. ആത്മാർത്ഥ സ്നേഹിതൻ എവിടെ? വിളിക്കൂ, പുള്ളിയും കുടിക്കട്ടെ. എന്റെ ആത്മാർത്ഥ സ്നേഹിതൻ നിങ്ങളാ. ഞാനാണ്. മിസ്റ്റർ ചാർലി, പിന്നെ നിങ്ങളുടെ ഈ റൊമാൻസ് ഒക്കെ എങ്ങനെയാ? എന്തോ ഈ ലേഡീസ് വിഷയത്തിൽ, അല്ല ഈ സ്ത്രീ വിഷയത്തിൽ ചാർലി എങ്ങനെയാ? ഞാൻ അതിലൊരു ഗജ വീരനാ. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി. പറ, അവൾ ആളെങ്ങനെയാ? ചുമ്മാ പറയുന്നേ, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിപ്പോയത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ ആദ്യം കണ്ടപ്പോ ഒന്ന് കണ്ണടി, എന്നിട്ട് അവൾ നാണിച്ച് ചുണ്ടൊന്ന് കടിക്കും. അതിന്റെ അടുത്ത ദിവസം ഞാനൊരു പുഞ്ചിരി അങ്ങോട്ട്, അവൾ നാണിച്ച് തങ്ങനെയോ ചിരി.
എനിക്ക് ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ കൈമാടി എന്ന് വിളിച്ചു. അയ്യോ, ആരെങ്കിലും കണ്ടാലോ എന്നവർ. ആരും കാണൂല, ഇങ്ങ് പോരെന്ന് ഞാൻ. അവൾ അല്പം ശങ്കയോടെ എന്നാൽ നാണത്തോടെ അടിവെച്ച് മന്നം എന്റെ അടുത്ത് വന്ന് നിന്നു. എനിക്കാണെങ്കിൽ ആകെ ഉള്ളിലൊരു കുളിര്. ഞാൻ അവളുടെ കുളിർമേനിയിലൊന്ന് തൊട്ടു. അവൾ കോരി തരിച്ച് തല കുരിച്ചു. ഞാൻ ആ മുഖം പിടിച്ചുയർത്തി. എന്നിട്ടൊരൊറ്റ കെട്ടിപ്പിടുത്തം. മിസ്റ്റർ ചാർലി, താനാണല്ലോ യഥാർത്ഥ ഭാഗ്യവാൻ. ഇന്നു മുതൽ ഞാൻ വേറെ താൻ വേറെ എന്നൊന്നില്ല, നമ്മളൊന്നാണ്. പിന്നെ എന്നെ ഒന്ന് നല്ലപോലെ പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പരിചയമല്ല, ചാർലിയെ പോലെ അവളോട് പെരുമാറാൻ എനിക്കും ഒരു അവസരം ഉണ്ടാക്കി തന്നെ എന്റെ ഒരു ആഗ്രഹം. എന്ത്? എന്റെ ഭാര്യയോട് ഞാൻ പെരുമാറുന്നത് പോലെ തനിക്കും പെരുമാറണമെന്നോ? അടിച്ച് പല്ലിയാൻ കുഴിക്കും. നിങ്ങളുടെ ഭാര്യയെ പറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്, അല്ലാതെ വേറെ ആരുടെ ഭാര്യയെ പറ്റി പറയാൻ? എന്നാ കുടിച്ചത് മതി, വീട്ടിൽ പോകാൻ നോക്കൂ. അത് ശരിയല്ല, തുടങ്ങിയതൊക്കെ കുപ്പി തീർത്തിട്ട്. വേണ്ട, അത് ഞാൻ തീർത്തോളാം. ഇവിടെ ഇരുന്നോട്ടെ. എണീക്കൂ. കള്ളു കുടിച്ച സ്വഭാവം മാറുന്നല്ലേ? അപ്പൊ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നെ കുടിപ്പിച്ചല്ലേടാ. അപ്പൊ മനുഷ്യനെ ബോറടിക്കാൻ വന്നിരിക്കും. ഒരു വേട് ഹലോ ഹലോ ഹലോ. ക്യാരംസ് കളിക്കായിരിക്കും. അത് കണ്ടാൽ അറിഞ്ഞൂടെ? അറിയാം, എന്നാലും ചുമ്മാ. ഉണ്ണേട്ടൻ കളിക്കാനുണ്ടോ? ഹേയ്, നമുക്കൊക്കെ എന്ത് കളി? നിങ്ങളൊക്കെ അല്ലേ ഭാഗ്യം ചെയ്തവര്. ഒഴിവ് ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാം, തമാശ പറയാം. എന്നെ പോലുള്ളവരുടെ കാര്യമാ കഷ്ടം. എനിക്കെന്ത് കൂട്ട്? ഉണ്ണേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? എന്ത്? കല്യാണം കഴിഞ്ഞ പിന്നെ പിന്നെ കൂട്ടിലെന്ന് പറയേണ്ടി വരില്ല. ഓ, കല്യാണം അത് പിന്നെ എങ്ങനെയും സംസാരിക്കും. ഞാൻ പോയി കാപ്പി കൊണ്ടിരാം. ആ പോക്കത്ര ശരിയല്ലല്ലോ. അതെന്താ? നമ്മളെ രണ്ടുപേരെ ഇവിടെ തനിച്ചാക്കിയിട്ട് ആ കുട്ടി എന്തിനാ പോയത്? കാപ്പി കൊണ്ടുവരാൻ. അത്രേ ഉള്ളോ? രാധ വീട്ടിലേക്ക് എടുത്ത് കഴിക്കാറുണ്ടോ? അയക്കാറുണ്ട്. ആ, പറയാൻ മറന്നുപോയി. ഇന്നലെ അച്ഛന്റെ കത്തുണ്ടായിരുന്നു. ഉണ്ണേട്ടനെ അന്വേഷിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ എനിക്ക് രാധയുടെ അച്ഛനെ ഒന്ന് കാണണം. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഉണ്ണേട്ടൻ എപ്പോഴാ നാട്ടിൽ പോകുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി പോകുമ്പോ നമുക്കൊന്നിച്ചു പോവാല്ലേ? എന്നാ പിന്നെ ഓണത്തിനായിക്കോട്ടെ. ചിങ്ങമാസം എല്ലാം കൊണ്ടും നല്ലതാണെന്നാ പറയുന്നത്. എല്ലാം കൊണ്ടൊന്ന് പറഞ്ഞാൽ കാപ്പി. സാർ. എന്താ സാർ? എന്താ സാർ? എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. സാറ് ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? എനിക്ക് ഒരു മാസത്തെ ലീവ് വേണം. ലീവോ? അതെ. ഒപ്പം പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു 5000 രൂപ ലോൺ അനുവദിക്കണം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് വെറും ഒരു 5000 രൂപ ലോൺ അനുവദിക്കണം. എന്തിന്? എന്റെ കല്യാണത്തിന്. കല്യാണത്തിനോ? ഏതാ പെൺകുട്ടി? നമ്മുടെ രാധ. രാധ? ആ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. രാധ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും സമ്മതിക്കും.
താനൊക്കെ ഓഫീസിൽ വരുന്ന കണ്ട പെമ്പിള്ളേരുടെ വായി നോക്കിയിരിക്കാനാണല്ലേ? വിവാഹമാണത്ര വിവാഹം. ഇനി ഇതേപ്പറ്റി ഒരു അക്ഷരം അടുത്ത് മിണ്ടിപ്പോയത്. മാത്രമല്ല ഓഫീസിൽ വെച്ച് ആ കുട്ടിയെ നോക്കി സംസാരിക്കുക എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു എന്നും വരട്ടെ. പിന്നെ ഈ ഓഫീസിന്റെ പണി ഞാനും കൂടെ കയറില്ല, മനസ്സിലായോ? നോട്ട് യുവർ സീറ്റ്. സാറിനെ സമ്മതിക്കണം കേട്ടോ. എത്ര പെട്ടെന്നാ ഓരോരുത്തരുടെ കള്ളക്കളി കണ്ടുപിടിക്കുന്നത്. ആ പെണ്ണിനെ ഇവൻ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സാറേ. പിന്നെ ഞാനെങ്ങനെ ഇവിടെ വന്ന് ഇത്തരം ചീപ്പായ കാര്യങ്ങൾ പറയുക എന്ന് വെച്ചിട്ടാ. അങ്ങോട്ട് പൊക്കോളൂ. തിരുമേനി, പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് 5000 രൂപ ലോണും 1 മാസത്തെ ലീവും കിട്ടണം. എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. സേതു പെൻവേഷവും കിട്ടി ദാസാന്റെ അടുത്തേക്ക് ചെല്ലുക. ചോദിക്കേണ്ട താമസേ ഉള്ളൂ, കിട്ടും. തമാശകള തിരുമേനി, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. സേതുവിന് കാക്ക പിടിക്കാറിയോ? കാക്ക നോക്കാം. എന്നാ ദാസാന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മിസ്സസിനെ മണിയടിച്ചോ. ആര് പറഞ്ഞ മൂപ്പര് തട്ടില്ല. സംഗതി കൊള്ളാം, പക്ഷെ എനിക്ക് അവരെ പരിചയമില്ലല്ലോ. പരിചയമൊന്നും വേണ്ട. അവർക്ക് പട്ടിക്കുട്ടികളെന്ന് വെച്ചാൽ ജീവനാ. 2 ഫോറിൻ പട്ടിക്കുട്ടികളെ വാങ്ങി മിസ്സസ് ദാസിന് സമ്മാനിക്കുക. നടക്കൂ, ശ്രമിച്ചു നോക്കടോ. തന്റെ കൂടെ നടന്ന വീട്ടിലെത്താൻ താമസിക്കും. സാപത്തിന് പേടിക്കും. ഞാൻ പോവുക. ഫോറിൻ പട്ടിക്കുട്ടികളെ വാങ്ങുക എന്ന് വെച്ചാൽ കാശ് ചെലവുള്ള കാര്യമാണ്. റോട്ടിൽ നിന്ന് ഏതെങ്കിലും നാടനെ സംഘടിപ്പിക്കാം. ഫോറിൻ ആണെന്നും പറഞ്ഞു കൊടുത്താൽ ആരറിയാൻ? നട്ടക്കശവി ഒരു ചവിട്ടം കൂടെ വന്നോണ്ട്. അയ്യോ, കടിക്കാം. ഒന്നിങ്ങോട്ട് വിളിക്കാം. താങ്ക് യു. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ഓഫീസിലെ ക്ലാർക്കാ. വാട്ട് ഈസ് ദിസ്? 2 കൊറിയേഷൻ നായ്ക്കളാ മാഡം. കൊറിയേഷനോ? അതെ, എന്റെ കസിൻ കൊറിയയിൽ നിന്ന് അയച്ചു തന്നതാ. വലിയ വില പിടിച്ച ഇനമാ. ഇവിടെയൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ല. 10-100 പവൻ വിലയുള്ള സാധനമാണ്. 100 പവനോ? ഇതിനോ? അയ്യോ, ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കണ്ട. യാത്രാക്ഷീണം കൊണ്ടാ. പ്ലെയിനിൽ യാത്ര ചെയ്ത് വന്നതല്ലേ. 6 മാസം മുട്ടയും സൂപ്പും ഒക്കെ കൊടുത്താൽ യവന്മാരൊന്ന് മിനുങ്ങും. മാഡം ഇത് സ്വീകരിക്കണം. ഞാൻ പ്രസന്റ് ആയി കൊണ്ടുവന്നത്. ഇന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ വീട്. ചേച്ചിയാണ് നിങ്ങളുടെ മമ്മി. ഇനി ആ കൊറിയയുടെ കാര്യമൊക്കെ മറന്ന് നമുക്ക് ഇന്ത്യക്കാരായി ജീവിക്കണം. മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ അന്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന വകയൊന്നുമല്ല. പിന്നെ ചേച്ചി ആയതുകൊണ്ടാ. ഞാൻ ചെറിയൊരു റിക്വസ്റ്റുമായി വന്നിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കൊറിയേഷൻ ഡോഗ്സിനെ കൊണ്ടുവന്നതെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം? എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. സാറിനോട് പറഞ്ഞ് ആ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു 5000 രൂപ ലോണായിട്ട് വാങ്ങിച്ചു തരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്ന് പറഞ്ഞാ പോരാ, മാഡം എങ്ങനെയെങ്കിലും അത് സാധിച്ചു തരണം. നോക്കട്ടെ. നിങ്ങൾ ഇരിക്കൂ. മാഡം, ഇവരെ എയർ കണ്ടീഷൻ മുറിയിലാക്കണം. അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഗുഡ് ഈവനിങ് സാർ. താനെന്തിനൂടെ വന്നു? അല്ല, നമ്മുടെ കൊറിയേഷൻ സ്പെഷ്യൽ കൊറിയേഷൻ നായ്ക്കൾ 1-2 കൈ വന്നു. അവയെ കണ്ടപ്പോ എനിക്ക് സാറിന്റെ ഓർമ്മ വന്നു. നായ കണ്ടപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? അയ്യോ, അതല്ല സർ. എന്താ ഈ പറയുന്നത്? ഇവിടെ കിട്ടാൻ പ്രയാസമുള്ള നായ്ക്കുട്ടികളെ കണ്ടപ്പോ അത് ചേച്ചിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഡാർലിംഗ്, ഇയാൾക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ആവശ്യമുള്ള തുക കൊടുക്കണം. എന്തിന്? എന്റെ വിവാഹം നിശ്ചയിച്ചു. അപ്പൊ നായ്ക്കുട്ടികൾക്ക് തിന്നാൻ എന്താ കൊടുക്കേണ്ടത്? മുട്ട, പാല്, സൂപ്പ് മാറി മാറി കൊടുക്കാം. ഇപ്പൊ മുട്ട കൊടുക്കാല്ലേ? ഓ സാറിന്റെ ലോണിന്റെ കാര്യം ഡീറ്റെയിൽസ് പറയൂ. പെണ്ണേതാ? സാർ അറിയില്ല, നാട്ടില. പേര്? പേര് ദമയന്തി. വയസ്സ്? 21. നിറം? ഈ കൊന്നപ്പൂ കണ്ടിട്ടില്ല, അത് തന്നെ. മുടിയാണെങ്കിൽ കണങ്കാല് വരെ. പിന്നെ കണ്ണും കവളും ഒക്കെ ഞാൻ എന്താ പറയാ. ഇരിക്കൂ.
അപ്പൊ താൻ അവളെ വിവാഹം കഴിക്കും. ആ. പഠിച്ചിട്ടുണ്ടോ? BA വരെ. വിവാഹം കഴിഞ്ഞ് കഷ്ടപ്പെടരുത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നമ്മുടെ ഓഫീസിൽ അവൾക്ക് തക്കതായൊരു ജോലി ഞാൻ കൊടുക്കാം. താങ്ക് യു സർ. തനിക്ക് ഞാൻ ഉദ്യോഗക്കയറ്റം തരും. ബോംബെയിലെ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ ഞാൻ വരട്ടെ. പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടോ കയ്യില്? കാണും. ഒന്ന് കണ്ടാ വേണ്ടില്ലായിരുന്നു. നാളെ ഓഫീസിൽ വരുമ്പോ ഒന്ന് കൊണ്ടുവരോ? ഡാർലിംഗ്, ഈ നായ്ക്കുട്ടികൾ മുട്ട കഴിക്കുന്നില്ല. ഒന്നിങ്ങോട്ട് വരൂ. അപ്പോഴേ എനിക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. 1 മാസത്തെ ലീവ്. താനിത് എങ്ങനെ അടിച്ചെടുത്തോ? മാനേജിംഗ് ഡയറക്ടർ ഇപ്പൊ എന്റെ സ്വന്തം ആളാണോ. വേറെ ചിലർ ഇതിനു വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോ ഇതൊരു വലിയ കാര്യമല്ലേ? എന്തിനാ സേതു ഇപ്പൊ ലീവും പറ്റും? എനിക്കിഷ്ടപ്പെട്ട, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ്. ഇവിടെ വാ. അതെടുത്ത് എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ സേതു, കം ടു മൈ റൂം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. അതവിടെ വച്ചിട്ട് പോക്കോളൂ. എന്താ സാർ വിളിച്ചത്? ഇതിന്റെ പേരെന്താ പറഞ്ഞ? കൊറിയേഷനോ? കണ്ട റോട്ടിൽ കിടക്കുന്ന അലവലാതി പട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളെ കളിപ്പിക്കാന്ന് വിചാരിച്ചോ? സാർ സത്യത്തിൽ ഇത് യു ഷട്ട് അപ്പ്. താൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് പട്ടികളുമായി ബന്ധമുണ്ട്. അറിയാമോ എനിക്ക്? അറിയാം. ഇനി ഞാൻ ഈ ഓഫീസിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് ലോണുമില്ല, ലീവുമില്ല. എടുക്ക എടുക്ക. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം? റിപ്പോർട്ട്. എന്തോ റിപ്പോർട്ട്? എന്റെ കഴിഞ്ഞ പടത്തിലെ മ്യൂസിക് ഡയറക്ടറെ എനിക്ക് തല്ലേണ്ടി വന്നു. അയ്യോ, അതെന്തിനാ? ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂൺ മോഷ്ടിച്ച് എന്റെ പടത്തിലിട്ടെന്നേ. അയാളുടെ സ്ഥിരം പരിപാടി മോഷണമാ സാറേ. ഈ ഭാവനയില്ലാത്തവൻ ഈ പണിക്ക് പോരുത് രാജമാണിക്യം എന്നും പറയാ. ട്യൂൺ ഡയറക്ടറെ കേൾപ്പിക്കണ്ടേ? അങ്ങേര് വേറൊരു പടത്തിന്റെ ലൊക്കേഷൻ കാണാൻ ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. ട്യൂൺ ഞാൻ കേട്ടാലും മതി. ഇതെന്റെ കഴിഞ്ഞ പടത്തിലെ പാട്ടിന്റെ ട്യൂണാ. ഈ കോപ്പി അടിക്കാരെ കൊണ്ട് തോറ്റ് രാജമാണിക്യം. ചേച്ചി അറിഞ്ഞോ? ദാസ് സാറിന് ട്രാൻസ്ഫർ ആയി. അടുത്ത തിങ്കളാഴ്ച ബോംബെയിൽ ചാർജ് എടുക്കണം. നേരോ? അതെ, ഇപ്പോഴാ ടെലക്സ് വന്നത്. റിയലി? സേതു ഇത് കേട്ടോ? നമ്മളെ വീന്നെ ട്രാൻസ്ഫർ ആയിന്ന് ബോംബെക്ക്. അയ്യോ പാവം. എന്ത് പാവം? നന്നായേ ഉള്ളൂ. മനുഷ്യന് സമാധാനമായി കടന്നു കൊടുക്കാമല്ലോ. ഇനി അടുത്ത് വരുന്നത് വേറൊരു മഹാവീരൻ ആകാരുന്ന മതിയായിരുന്നു. ഇത്രയും കാലം എന്നോടൊത്ത് പ്രവർത്തിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത നിങ്ങളെ ഒന്നും ഒരു കാലത്ത് ഞാൻ മറക്കില്ല. സാറിനി എന്നാ ഇങ്ങോട്ട് വരിക? ബോംബെയിൽ താമസ സൗകര്യം ശരിപ്പെട്ടാൽ ഞാൻ ഇവിടെ വന്ന് ഫാമിലിയെ കൂട്ടിക്കൊണ്ടുപോകും. പോയാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇവിടെ വരും, നിങ്ങളെ ഒക്കെ കാണാൻ. വണ്ടി വിടാറായി. സോ ഓൾ ദി ബെസ്റ്റ് സാർ. ശരി സർ. സാർ വണ്ടി കൈ കൊടുക്കണം സാർ. പോയിട്ട് വരണം സാർ. ബൈ ബൈ. ബൈ ബൈ.
ചോക്ലേറ്റ്? എന്താ ഒരു റൊമാൻറ്റിക് മൂഡ്? കള്ളം പറയണ്ട, മുഖം കണ്ടാൽ അറിയാം എന്തോ ഉണ്ടെന്ന്. ശരാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ മാമ്പഴം പിടിക്കാത്ത പെട്രോൾക്ക് എന്താ വില. ഓക്കെ ഉണ്ണേട്ടാ, ഉണ്ണേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്താണത്? പറയൂ, പറഞ്ഞോളൂ. ഉണ്ണേട്ടൻ നാളെ ഓഫീസിൽ പോകുന്നതിന് മുൻപ് മുമ്പ് പാർക്കിലേക്കൊന്ന് വരുമോ? എന്തിനാ? അപ്പോൾ പറയാം. ഇവനെന്തിനാ ഇവിടെ വന്നു? കാണാൻ പുറയുന്നു മാറില്ല. ഏതായാലും നന്നായി. ഇന്നെങ്കിലും ഈ വിഡ്ഢിക്ക് മനസ്സിലാവുമല്ലോ രാധ എന്നെയാണ് സ്നേഹിക്കുന്നത്. സാധിക്കുമെങ്കിൽ ഇന്ന് ഇവന്റെ മുമ്പിൽ വെച്ച് ഒരു ഡ്യുവറ്റ് തന്നെ പാടണം. ഇതാണ് ഉണ്ണിയേട്ടൻ. ഹലോ. ഇത് സേതുവേട്ടൻ. ഹലോ. ഇത് ഞാൻ തന്നെ പറയാം. ഐ എം ബാലചന്ദ്രൻ. രാധ ബാലേട്ടൻ എന്ന് വിളിക്കും. ഞാൻ രാധയുടെ അമ്മാവന്റെ മകനാണ്. ബാലേട്ടന് ഡൽഹിയിലാണ് ജോലി. ഇത്തവണ നാട്ടിൽ പോകുമ്പോ ഇതിലേ വരാമെന്ന് എനിക്ക് എഴുതിയിരുന്നു. ഇവളെ കാണാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ കൂടിയാ ഞാൻ വന്നത്. ഇവൾ ഇവിടെ വന്നതിന് ശേഷം എഴുതുന്ന ഓരോ കത്തിലും നിങ്ങളെ പറ്റിയേ എഴുതാറുള്ളൂ. സേതുവേട്ടൻ കാരണമാണ് ജോലി കിട്ടിയത്, ഉണ്ണിയേട്ടൻ ഉള്ളത് കൊണ്ടാണ് അന്യനാട്ടിലാണെന്നുള്ള തോന്നലുണ്ടാക്കാത്തത്. ഒരു 100 കാര്യങ്ങൾ. എന്നാ പിന്നെ ഈ ഉണ്ണിയേട്ടനെയും സേതുവേട്ടനെയും ഒന്ന് നേരിൽ പരിചയപ്പെടാതെ പോയാൽ അത് നന്ദികേടാവുമല്ലോ എന്ന് കരുതിയാ വന്നു. രാധയുടെ ഏതമ്മാവന്റെ മകനാ? കൊള്ളാം. രാധയ്ക്ക് ഒരു അമ്മാവനേ ഉള്ളൂ, അതെന്റെ അച്ഛനാ. ഭാഗം വെച്ച് പിരിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ പല സ്ഥലത്തായി താമസം. ഞാൻ പഠിച്ച വളർന്നൊക്കെ പാലക്കാട്ട. കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവളും അവിടെ തന്നെയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ അടുത്തതും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതൊക്കെ അവിടെ വെച്ച. വീട്ടുകാരോട് പറഞ്ഞതൊക്കെ പിന്നീടാ. അന്ന് ഈ പ്രേമത്തിന്റെ ഭ്രാന്ത് പിടിച്ച് നടന്നുകൊണ്ട് പരീക്ഷ ഞാൻ തോറ്റുപോയി. പിന്നെ ഒരൊറ്റ വിടലാണ് ഡൽഹിക്ക്. ഒരു ജോലി കിട്ടിയില്ലേ മോശമല്ലേ? ദൈവാധീനവും ഇവളുടെ പ്രാർത്ഥനയും കൊണ്ട് ജോലി കിട്ടി. ബാലേട്ടൻ എഴുതിയിരുന്നു ബാലേട്ടന്റെ വരവ് സർപ്രൈസ് ആക്കാൻ. അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞത്. ഏത് കാര്യത്തിനും ഒരു ബിൽഡപ്പ് നല്ലതല്ലേ അല്ലേ മിസ്റ്റർ സേതു? പിന്നെ ഈ പെണ്ണുങ്ങളെ പോലെ രഹസ്യം സൂക്ഷിക്കാൻ അറിയാവുന്നവരില്ലല്ലോ. ഇവൾ ഇവിടെ എന്നെ പറ്റി ഒരു അക്ഷരം ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കാണെ പറ്റുമോ? ഡൽഹിയിൽ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ നല്ലപോലെ അറിയാം. ദിവസം ഒരു 50 പ്രാവശ്യങ്ങളിൽ ഞാൻ ഇവിടെ പറ്റി പറയും. പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണെന്ന് അവന്മാർ ചോദിക്കുന്നത്. ഞാനിപ്പോ എവിടെ പോനാ പുലി അന്വേഷിച്ചു. അതുകൊണ്ട് ഈ വരവിന് ഈ പുലിയുടെ കാര്യത്തിൽ ഒരു താലയും കെട്ടി ഭാര്യയായി കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബൈ ദ ബൈ, ഞങ്ങൾ ഒന്നിച്ചാണ് നാട്ടിലേക്ക് പോകുന്നു. 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തി തരാമെന്നാണ് ഇവിടെ തന്തപ്പടി ഏറ്റിരിക്കുന്നത്. പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പേ നിങ്ങൾ രണ്ടുപേരും എത്തിക്കൊള്ളണം. അപ്പോ നിങ്ങളുടെ പരിപാടി എന്താ? ഓഫീസിലേക്കോ അതോ? ഞങ്ങളിനി അതെ, ഞങ്ങൾ മറ്റന്നാൾ നാട്ടിലേക്ക് പോകും. അവിടെ ചെന്നാ പിന്നെ വീട്ടുകാരായി ബന്ധുക്കളായി
കല്യാണത്തിന്റെ ഫോർമാലിറ്റീസ് ആയി ആകെ തിരക്കാവും. അതിനിടയ്ക്ക് വീണ് കിട്ടുന്ന ഈ 2 ദിവസം ഞങ്ങൾ എന്തിനാ വെറുതെ കളയുന്നത്? ഈ ബാലേട്ടൻ ആ, പോകുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും കാണണം. ഉള്ള സമയം കൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരട്ടെ. വരട്ടെ. വാ 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 വാ. ആ, എഴുത്തു നിനക്ക അച്ഛന്റെ ആ. പ്രിയപ്പെട്ട മകന്, കോഴിപ്പറമ്പിലെ അപ്പുകുട്ടൻ നായരെ നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അയാളുടെ മകൾ ദേവിക്ക് മദിരാശിയിൽ ഒരു ജോലി കിട്ടിയിരിക്കുന്നു. 19-ാം തീയതി തിരുവനന്തപുരം മെയിലിന് അവൾ മദിരാശിയിലെത്തും. കൂടെ വരാൻ ആരുമില്ലാത്തത് കൊണ്ട് കുട്ടി തനിച്ചാണ് വരുന്നത്. നീ സ്റ്റേഷനിൽ പോണം. അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം.